ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ചാനലിൽ നമ്മളൊരു വീഡിയോ ഇടുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാകുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റോറി തന്നെ വേണ്ടേ. ഒരു തമിഴ് മൂവിയല്ല, ഹിന്ദി മൂവിയല്ല, തെലുങ്ക് മൂവിയല്ല, ഇതങ്ങ് ഒഡീഷയിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ മൂവിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ 100 കോടി ക്ലബിൽ കയറുക എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു അടിപൊളി കോമഡി ഹൊറർ മൂവിയാണിത്. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഗ്രാമം. ഈ ഇടയായിട്ട് ഗ്രാമത്തിന്റെ പല ഭാഗത്തു നിന്നും കുറെ ആടുകളെ കാണാതാവുകയാണ്. ഇതിനിടയിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള ബുട്ടുവിന്റെ ദേഹത്ത് ഒരു ആത്മാവും കൂടെ കയറുന്നത്. ഇതോടുകൂടിയിട്ട് ആ ഗ്രാമത്തിലുള്ളവർക്ക് പിന്നീട് ഉറക്കമില്ലാതാവുകയാണ്. ആ ഗ്രാമത്തിന് എന്ത് സംഭവിച്ചു, ബുട്ടുവിന് എന്ത് സംഭവിച്ചു, ബുട്ടുവിന്റെ ഉള്ളിൽ കയറിയ ആ ആത്മാവ് അത് ആരുടേതാണ്, ആ ആത്മാവിന്റെ ആവശ്യം അതെന്തായിരിക്കും, ഇതെല്ലാം നേരെ കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. സിനിമയുടെ ആരംഭത്തിൽ ബാധ കയറിയ ഒരു സ്ത്രീയെ കാണിക്കുകയാണ്. ആ സ്ത്രീയുടെ മകനും അവന്റെ കൂട്ടുകാരനും കൂടെ ഈ സ്ത്രീ ഇപ്പോൾ രാത്രിയിൽ തന്നെ മറ്റെങ്ങോട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പുഴയെല്ലാം താണ്ടി വേണം പോകാനായിട്ട്. അങ്ങനെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടെ തന്നെ ഉണ്ടായിരുന്ന രത്നമ്മ എന്ന സ്ത്രീയെ കാണാനാണ് ഇവര് വന്നിരിക്കുന്നത്. ഇവര് വിളിച്ച പാട് തന്നെ രത്നമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മുടിയെല്ലാം പിന്നിലേക്ക് മടക്കിയിട്ട് കുത്തി ബാധ കയറിയ ആ ഒരു സ്ത്രീയെ പിടിച്ചിട്ട് ഇവരുടേതായിട്ടുള്ള ഒരു റൂമുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടേ ഇരുത്തുകയാണ്. ആ സമയത്തെല്ലാം ഭയങ്കരമായിട്ട് ബലം പിടിക്കുന്നുണ്ട് അവര്. ഇതിനുശേഷം രത്നമ്മ നേരെ പോയിട്ട് പാലിനെ കറക്കുന്നുണ്ട്, പാലെടുത്ത് വെക്കുന്നുണ്ട്. വീട്ടിലെ ഒരിച്ചിരി ജോലിയൊക്കെ ഉണ്ട്, അത് വളരെ കൂളായിട്ട് ചെയ്യുകയാണ്. ഇതിനുശേഷമാണ് ബാധ കയറി ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവരുടെ ആ ഒരു പയ്യനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മയ്ക്ക് എന്താ പറ്റിയത്. ആ നേരത്തെ ആ ഒരു ചെറുക്കൻ പറയണ, അറിയില്ല, എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇന്നലെ രാത്രി ഞാൻ പോയപ്പോൾ വീടിന് പിറകിൽ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിലേക്ക് തന്നെ എന്റെ അമ്മ നോക്കി നിൽക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ ആ ഒരു സ്ത്രീ, അതായത് അവന്റെ അമ്മ പറയണ, അമ്മയോ, ആര്, ഞാനോ, ഞാൻ നിന്റെ അമ്മയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ രത്നമ്മ ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാണ് ഇവളുടെ ശരീരത്തിൽ കയറിയത്, നീ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ആത്മാവ് പറയാണ്, എന്റെ പേര് സവിത എന്നാണ്, ഞാനായിട്ട് ഇവളുടെ ശരീരത്തിൽ കയറിയതൊന്നുമല്ല, അവൾ എന്നെ തേടി ആ മരത്തിന്റെ അരികിലേക്ക് വന്നപ്പോൾ ഞാൻ അവളുടെ ദേഹത്ത് കയറിയെന്നേ ഉള്ളൂ, എനിക്ക് വേണമെങ്കിൽ ആരുടെ ദേഹത്തും കയറാൻ പറ്റും. ഇത് കേട്ടപ്പോൾ വളരെ കൂളായിട്ട് രത്നമ്മ പറയണോ, ഓഹോ നിനക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ ദാ ചത്ത് കിടക്കുന്ന ഈ മീനിന്റെ ഉള്ളിലേക്കൊന്ന് കയറിയെന്ന് പറയണം. ആദ്യമൊന്നും ആ ഒരു ആത്മാവ് സമ്മതിച്ചില്ല കേട്ടോ, ഇല്ലാന്ന് തന്നെ പറയണം. അപ്പൊ രത്നമ്മ പറയാണ്, നിനക്കപ്പോ കഴിവുകളൊന്നുമില്ല, നീ വെറുതെ പറയാണ്, അതിനെ വാശി കയറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മാവ് നേരെ മീനിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതേ നേരം തന്നെ ചത്ത് കിടക്കുന്ന ആ ഒരു മീനാണെങ്കിൽ ഇപ്പൊ കിടന്ന് പെടയ്ക്കാൻ തുടങ്ങുകയാണ്. അടുത്ത നിമിഷം തന്നെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ മീനിന്റെ തല 2 കഷ്ണമാക്കി വെട്ടി നുറുക്കുകയാണ്. അതായത് ആ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുകയാണ്. എന്തായാലും ആ ഒരു പയ്യൻ അതിന്റെ പ്രത്യുപകാരമായിട്ട് രത്നമ്മയ്ക്ക് കുറച്ച് കാശെല്ലാം കൊടുക്കാണ്. അവർ തിരിച്ചു പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഒരു പയ്യൻ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി വരിക. അവന്റെ അച്ഛനെയും അമ്മയും കാണാനില്ലാത്തത് കൊണ്ട് പുറത്തേക്ക് വന്നതാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നോർമൽ ആയിട്ട് തന്നെ അവന്റെ അമ്മ വീടിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ പുറത്തേക്ക് പോയ ഈ ചെറിയ കുട്ടി കാണുന്ന കാഴ്ച എന്താ അറിയോ, മരത്തിന്റെ മുകളിൽ തൂങ്ങി ആടുന്ന അവന്റെ അച്ഛനെയായിരുന്നു. ഈ കാര്യം കണ്ട് പെട്ടെന്ന് ആ ഒരു സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബുട്ടു മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ടില്ലേ രത്നമ്മയുടെ ഏക മകനാണ്. അവൻ ഇപ്പോൾ ഉള്ളത് വലിയൊരു കുളത്തിനരികിലാണ് കേട്ടോ. അത് അവന്റെ തന്നെ കുളമാണ്, മാത്രമല്ല അവിടെ ഇച്ചിരി മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ള കാര്യം പറയാലോ, അവന്റെ ഈ ഒരു ബിസിനസ് ഒട്ടും വർക്കാവുന്നില്ല. എത്രയൊക്കെ മീനിനെ കൊണ്ടുവന്നിട്ടാലും ഇതൊന്നും വളർന്ന് വലുതാവുന്നില്ല. ഇപ്പൊ തന്നെ മീൻ പിടിക്കാനായിട്ട് കുറച്ചുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഒരുപാട് നേരം വലയിട്ട് വീശിയിട്ടും ആകെ കിട്ടിയത് ഒരു 5-6 മീനിന് മാത്രമാണ്. അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഇവരുടെ കൂലി പോലും കൊടുക്കാൻ തികയില്ല കേട്ടോ. അപ്പൊ ആകെ ആ ഒരു സങ്കടത്തില് അതിൽ നിന്നും ഒരു മീന് മാത്രം എടുത്ത് ബാക്കിയെല്ലാം അവരോട് കൊണ്ടുപോയിക്കോളാൻ ഇപ്പൊ ബുട്ടു പറയാണ്. നേരെ അതുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ബുട്ടുവിന് അവന്റെ അമ്മ ഈ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ബാധ ഒഴിപ്പിക്കല്, അങ്ങനെയുള്ള പരിപാടികൾ, ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അമ്മയോട് അവൻ ചോദിക്കുന്നുണ്ട്, അമ്മ എപ്പോഴാണ് ഈ പരിപാടിയൊക്കെ നിർത്താൻ പോകുന്നത്. നാട്ടുകാർക്ക് ഓരോന്ന് പറയാൻ തുടങ്ങി കേട്ടോ. ഇത് കേട്ടപ്പോ രത്നമ്മ പറയണു, ഓ നാട്ടുകാരാണല്ലോ നിനക്കും എനിക്കും തിന്നാൻ തരുന്നത്, എടാ ഈ പരിപാടി നിർത്തിയാൽ അരി മേടിക്കാൻ ഞാൻ എവിടെ പോകും, നിന്റെ ബിസിനസ് ആണെങ്കിൽ ഒട്ടും വർക്കാവുന്നില്ല, അതൊന്നും കിട്ടുന്നുമില്ല, പറ്റുകയാണെങ്കിൽ ഈ മീനിന്റെ പരിപാടിയൊക്കെ നിർത്തി വല്ല ജോലിയും പോയിട്ട് നീ ചെയ്യേ, എന്തായി നിന്റെ ജോലിക്കാരി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ബുട്ടു പറയണു, അമ്മേ ഈ നാട്ടിൽ നിന്ന് എന്തായാലും ശരിയാവില്ല, ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ബുട്ടുവിനെ പുറന്നാട്ട് പോയിട്ട് ജോലി ചെയ്യാനായിട്ട് രത്നമ്മ സമ്മതിക്കില്ല കേട്ടാ. എന്തൊക്കെയോ അമ്മയും മോനും പിന്നീട് അവിടുന്ന് ചെറുതായിട്ടൊന്ന് വഴക്കിട്ട് ഇവൻ മാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. മാത്രമല്ല അമ്മ ചെയ്യുന്ന ജോലിയോടെ അവൻ ഇഷ്ടമില്ലാകിയുള്ളൂ, അതിലൂടെ കിട്ടുന്ന കാശിനോട് വലിയ പ്രശ്നമൊന്നുമില്ല. സോ പൂജാറാമിൽ ചെന്ന് ആ ഒരു ക്യാഷെല്ലാം എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അവന്റെ ഒരു കൂട്ടുകാരൻ പുറത്തുണ്ടായിരുന്നു, അവന്റെ കൂടെ ബൈക്കിൽ അങ്ങനെ പോവാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു ഗ്രാമത്തിലെ എന്തോ ഒരു വലിയ പൂജയോ ഉത്സവമോ ഇത് നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ പിരിവിനായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം തന്നെ പോകുന്നത് ആ നാട്ടിലെ ഏക പോലീസുകാരനായിട്ടുള്ള കോൺസ്റ്റബിൾ മാമുവിന്റെ അടുത്തേക്കാണ്. ഇയാളുടെ അച്ഛന് കുറെ ആടുകളുണ്ട്, അതിന്റെ ആ ഒരു കൃഷിയാണ്. അപ്പൊ അച്ഛനോട് ഈ മാമു ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ ഈ പരിപാടികൾ നിർത്തിക്കോടെ, നിങ്ങൾക്ക് പ്രായമായില്ലേ. എന്നാൽ അപ്പൊ തന്നെ അതിന്റെ മറുപടി കിട്ടി കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെരുപ്പെടുത്ത് ഇവനിട്ട് ഒരു ഏറ് കൊടുക്കുകയാണ്. ഈ സമയത്താണ് കാശ് പിരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ബുട്ടും കൂട്ടുകാരൻ എത്തുന്നത്. സാറേ നമ്മുടെ ഉത്സവം വരുന്നുണ്ട് കേട്ടാ, കാര്യമായിട്ട് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോ പാവം കോൺസ്റ്റബിൾ ഒരു 100 രൂപ എടുത്തു കൊടുക്കണം. ഇപ്പൊ ബുട്ടു പറയണേ, എന്താ സാറേ ഇത് 100 രൂപയോ, ആ പേഴ്സും കാണിച്ചാൽ ഞാൻ തന്നെ കാശ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അതൊന്ന് കാശ്
എടുക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഉത്സവത്തിനേക്കുള്ള ആടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വകയായിരിക്കില്ലേ, നിങ്ങളുടെ അച്ഛൻ തരില്ലേ? എന്തായാലും നിങ്ങൾ തരുന്നു വിചാരിക്കുകയാണ്. എന്നാ പിന്നെ ശരി, കാണാം, ഞാൻ പോട്ടെ. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അപ്പൊ തന്നെ വീണ്ടും കിട്ടിയ രണ്ടാമത്തെ ഏറ് അച്ഛന്റെ വക തന്നെ. ആടിനെടുക്കാനെങ്ങാനും ഇങ്ങോട്ടേക്ക് വാ, അപ്പൊ തരാം എന്നാണ് ആ ഒരു ഏറിന്റെ ഉദ്ദേശം. എന്തായാലും നമ്മുടെ ഈ ഒരു കോൺസ്റ്റബിൾ ആളൊരു പാവാണ് കേട്ടാ. ഇപ്പൊ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഈ സ്ത്രീകൾക്കായിട്ട് ഓരോ സംഘടനയൊക്കെ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഒരു സംഘടനയിലേക്ക് ലോൺ എടുക്കാനായിട്ട് ബുട്ടുവിന്റെ അമ്മ, അതായത് രത്നമ്മ വന്നിരിക്കുകയാണ്. എന്നാൽ കാശെല്ലാം കൊടുക്കുന്ന ആ ഒരു ലേഡി പറയാണ്, നിങ്ങൾ ഓൾറെഡി കാശ് എടുത്തിട്ടുണ്ട്, ഇതുവരെയായിട്ട് തിരിച്ചടച്ചിട്ടില്ല, അപ്പൊ അത് അടച്ചിട്ട് മതി ബാക്കിയുള്ള ലോൺ എടുക്കലൊക്കെ. ഇപ്പൊ രത്നമ്മ പറയാണ്, നിങ്ങൾക്ക് എന്റെ മകന്റെ ബിസിനസിനെ കുറിച്ചൊക്കെ അറിയുന്നല്ലേ, അപ്പൊ അതൊന്ന് ലാഭം കിട്ടിയ എന്തായാലും ഞാൻ തിരിച്ചടക്കും. ഇപ്പൊ ആ സ്ത്രീ പറയാണ്, നിങ്ങളുടെ മകന്റെ ബിസിനസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതൊന്ന് ലാഭം കിട്ടി എന്തായാലും കാശ് തരാൻ പോകുന്നില്ല. ഇപ്പൊ അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ലേഡി വരുന്നുണ്ട്. അവളുടെ പേര് റിങ്കി എന്നാണ്. റിങ്കി വന്നിട്ട് നമ്മുടെ രത്നമ്മയെ സപ്പോർട്ട് ചെയ്യാണ്. തൽക്കാലത്തേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാശ് റെഡിയാക്കി കൊടുക്കുകയാണ്. എന്നാൽ അതിനുള്ള നന്ദിയൊന്നും പറയാതെ രത്നമ്മ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പൊ തന്നെ മറ്റേ സ്ത്രീ ഈ റിങ്കിയോട് പറയുന്നുണ്ട്, എന്തിനാണ് വെറുതെ അവരെയൊക്കെ സഹായിക്കാൻ നിൽക്കുന്നത്? അപ്പൊ റിങ്കി പറയാണ്, അതിനൊക്കെ ഒരു കാരണം ഉണ്ട് എന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ബുട്ടു ഉണ്ടല്ലോ, എല്ലാവരുടെ വീട്ടിലേക്കും പോയിട്ട് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള കാശ് പിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ കൂട്ടത്തിൽ നാട്ടിലുണ്ടായിരുന്ന ഒരു ഡോക്ടറുടെ വീട്ടിലേക്കും പോകുന്നുണ്ട്. ആ ഡോക്ടറുടെ മകളാണ് ഈ റിങ്കി. അപ്പൊ ബുട്ടുവിനോട് റിങ്കിക്ക് ചെറിയ എന്തോ ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പൊ വീട്ടിന്റെ ഉള്ളിലേക്ക് വാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതേ നേരത്താണ് ഡോക്ടർ വരുന്നത്. ഡോക്ടറിനാണെങ്കിൽ നമ്മുടെ ബുട്ടുവിന്റെ അമ്മ ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു താല്പര്യമില്ല. ഇപ്പൊ ബുട്ടുവിനോട് കാര്യങ്ങൾ പറയാണ്, ബുട്ടു നിന്റെ അമ്മ എന്താ ഇവിടെ ചെയ്യുന്നത്? ഈ നാട്ടിലുള്ളവർക്ക് കൊരയും ജലദോഷം എന്ത് വന്നാലും ശരി നിന്റെ അമ്മേന്റെ അടുത്തേക്കാ പോകുന്നത്, പിന്നെ ഞാനൊക്കെ എന്തിനാണ് ഇവിടെ ഡോക്ടറാന്ന് പറഞ്ഞിരിക്കുന്നത്? അതൊക്കെ അവിടെ നിന്ന് കേട്ടെ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ നമ്മുടെ ഉത്സവത്തിന്റെ ആ ഒരു ക്യാഷിന്റെ പിരിവിനായിട്ട് വന്നേ. അതാണോ? ഡോക്ടർ ചെറിയൊരു പൈസ എടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബുട്ടു പോയി കഴിഞ്ഞ പാട് തന്നെ ഡോക്ടർ മകളായിട്ടുള്ള റിങ്കിയോട് പറയുന്നുണ്ട്, വെറുതെ അവനോടൊന്നും അധികം കൂട്ടുകൂടാൻ നിൽക്കണ്ടാ. എന്തായാലും കാശും മേടിച്ച് ബുട്ടു നേരെ കൂട്ടുകാരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ നേരത്ത് അവനാണെങ്കിൽ നിലത്തെന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ചാവി എവിടെയോ പോയി. അയ്യോ ഇനിയിപ്പോ എന്താക്കാന്ന് ബുട്ടു ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ലടാ, ഒരു പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന ഒരു ആണി എങ്ങനെയൊക്കെയോ വളച്ച് ചാവിക്ക് പകരം ഇത് അവിടെ കുത്തിക്കയറ്റി വണ്ടി സ്റ്റാർട്ട് ആക്കുകയാണ്. ഇതിനുശേഷം ആ നാട്ടിൽ ചെറിയൊരു ഹോട്ടലുണ്ട്, അങ്ങോട്ടേക്കാണ് കാശ് പിരിക്കാൻ പോകുന്നത്. ഇതേ നേരം ഒരു പുതുപ്പണക്കാരൻ ഗൾഫിൽ പോയിട്ട് ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കി വന്നൊരു പയ്യനുണ്ട്. അവൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അതിന്റെ ആ ഒരു ലുക്കെല്ലാം അവനുണ്ട്, ഒരു കണ്ണാടിയും കുറച്ച് സ്വർണ്ണമാലയും. എന്തായാലും അവനിപ്പോ നമ്മുടെ ബുട്ടുവിനെ കാണുകയാണ്. ബുട്ടു എന്തൊക്കെയാ, നിനക്ക് നല്ല ജോലിയൊന്നും സെറ്റ് ആയിട്ടില്ല അല്ലേ? ഞാനിപ്പോ വലിയ സെറ്റപ്പിലാടാ. പിന്നെ എന്റെ കല്യാണം വരുന്നുണ്ട്, അപ്പൊ അതിലേക്കുള്ള മീനും കാര്യങ്ങളൊക്കെ നിന്റെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ കല്യാണ ദിവസം കാണാൻ കേട്ടാ, നേരത്തെ തന്നെ എല്ലാവരും അങ്ങ് വന്നേക്കണം. ഓക്കെ, ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ കല്യാണ ദിവസം ബുട്ടു അവന്റെ ആ ഒരു കുളത്തിലുണ്ടായിരുന്ന മുഴുവൻ മീനിനെയും പിടിച്ചിട്ട് നേരെ പോവാണ് കല്യാണ വീട്ടിലേക്ക്. എന്നാൽ മീൻ കണ്ട സമയത്ത് ഈ പാചകക്കാരൻ പറയാണ്, എടാ ഇത്ര മീൻ കൊണ്ട് ഞാൻ എന്താക്കാനാ? ഇത് നിന്റെ വീട്ടാവശ്യത്തിന് തികയും, അല്ലാതെ കല്യാണ പരിപാടിക്കൊക്കെ ഇത്ര മതിയാവോ? ഈ നേരത്താണ് മറ്റൊരു ചെറിയ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അതിൽ അത്യാവശ്യം നല്ല മീനുണ്ടായിരുന്നു. ആ നാട്ടിലെ തന്നെ മറ്റൊരു ഇതുപോലെ ഫിഷ് ഫാമിംഗ് ചെയ്യുന്ന ആളാണ്. അത് ഈ ബുട്ടുവിന്റെ തന്നെ ഒരു കസിൻ ബ്രദർ ആണ്. പേര് സോമുന്ന. പേര് പോലെ തന്നെ നല്ല ചൊറിയനാണ് കേട്ടോ. അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ബുട്ടുവിനെ നന്നായിട്ട് അവൻ കളിയാക്കുന്നുണ്ട്. എന്താണ് ഇത്രയും വലിയ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് 4-5 മീനെ നിനക്ക് കിട്ടിയിട്ടല്ലോ? എന്തായാലും ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, വീട്ടിൽ വെച്ച് നല്ല മീൻകറി ഉണ്ടാക്കാം. നന്നായിട്ട് ഊക്കി വിടുകയാണ് സോമു ഇപ്പൊ ബുട്ടുവിനെ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ദേഷ്യം വന്നപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കയറുകയാണ്. പിന്നീട് ആ ഒരു പാചകക്കാരൻ വന്ന് രണ്ടുപേരും പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ വീണ്ടും 1-2 ദിവസം കഴിഞ്ഞു പോവാണ്. ഈ ബുട്ടുവിന്റെയും സോമുവിന്റെയും ഒക്കെ ഒരു അപ്പൂപ്പനുണ്ട്, ആള് മരിച്ചുപോയി. അപ്പൊ മൂപ്പരുടെ ചരമവാർഷികമാണെന്ന്. അപ്പൊ അതിന്റെ പരിപാടിക്കായിട്ട് ഇവർ നേരെ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അവിടെ എത്തിയ സമയത്ത് ബുട്ടുവിനോ ബുട്ടുവിന്റെ അമ്മയായിട്ടുള്ള രത്നമ്മയ്ക്കോ യാതൊരു വിലയില്ല. രത്നമ്മയോട് ഫുൾ അവിടുത്തെ പണികൾ ചെയ്യാൻ പറയാണ്. ഇതെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കുമ്പോൾ പണി കഴിഞ്ഞില്ല അതുകൂടെ പോയി ചെയ്യുന്നു. എന്തോ ഒരു വേലക്കാരിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ ബുട്ടുവിന്റെ അമ്മയെ കൊണ്ട് ഓരോ ജോലികളൊക്കെ ചെയ്യുകയാണ്. എന്നാൽ വൈകുന്നേരം ആയ സമയത്ത് എല്ലാം മാറിയാണ് കേട്ടോ. അതായത് രത്നമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച അതേ സ്ത്രീ തന്നെ വന്നിട്ട് ഇവരുടെ കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. കാര്യം എന്താണെന്നറിയോ? ഈ അപ്പൂപ്പന്റെ ചരമത്തിന്റെ അന്നേ വൈകുന്നേരം ആകുമ്പോൾ രത്നമ്മയുടെ ഉള്ളിലേക്ക് അപ്പൂപ്പന്റെ ആത്മാവ് കയറും എന്നാണ് രത്നമ്മ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പൊ രത്നമ്മയല്ല അവിടെ ഇരിക്കുന്നത്, അപ്പൂപ്പനാണ്. അതുകൊണ്ടാണ് ആ ലേഡി ഇപ്പൊ രത്നമ്മയുടെ കാല് വരെ ഒഴിഞ്ഞു കൊടുക്കുന്നത്. പെൺകുട്ടികളും വരുന്നുണ്ട്, അവരെല്ലാവരും അപ്പൂപ്പന്റെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സോമുവും വരുന്നുണ്ട്. സോമു വന്നിട്ട് അപ്പൂപ്പനോട് സംസാരിക്കുന്നത് പോലെ രത്നമ്മയോട് സംസാരിക്കുകയാണ്. അപ്പൂപ്പ എല്ലാ കൊല്ലവും വരുന്നുണ്ടല്ലോ, എന്തായാലും എന്റെ ബിസിനസ്സും കൃഷിയും ഇതൊക്കെ ഒന്ന് പച്ച പിടിക്കാനായിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിച്ചെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വെക്കുമ്പോൾ ചവട നോക്കി ഒരേറ്റൊന്ന് കൊടുക്കുകയാണ് രത്നമ്മ. കാരണം രത്നമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, സമയം കിട്ടുമ്പോഴൊക്കെ ബുട്ടുവിനെ കളിയാക്കലാണ് ഈ സോമുവിന്റെ പ്രധാന ജോലി. എന്തായാലും ഇത് കഴിഞ്ഞ പാട് തന്നെ രത്നം പറയണം, എനിക്ക് കുടിക്കാൻ ബ്രാൻഡിയും അതുപോലെ തന്നെ നല്ല ആട്ടിറച്ചിയും വേണമെന്ന് പറയാം. അപ്പൂപ്പനല്ലേ പറയുന്നത്, എല്ലാവരും വേഗം അത് കൊണ്ടേ കൊടുക്കുകയാണ്. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന
ഉണ്ടായിരുന്ന ഈ അപ്പൂപ്പന്റെ പഴയ ഒരു കൂട്ടുകാരുണ്ട്. മൂപ്പര് പറയുന്നത്, അല്ല നിങ്ങളുടെ അപ്പൂപ്പൻ മരിക്കുന്നത് വരെ കുടിയൊന്നും ഇല്ലായിരുന്നല്ലോ. ചിലപ്പോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ ശീലമായിരിക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ബുട്ടു അവിടെ തന്നെ ഇങ്ങനെ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നല്ല രസമുള്ള ഒരു ബുള്ളറ്റ് കാണുകയാണ്. നല്ല ആഗ്രഹം തോന്നിയോണ്ട് അതിന്റെ പുറത്തുനിന്ന് കയറിയിരിക്കുന്നുണ്ട്. എന്നാൽ അത് മറ്റേ ഒരു സോമുവിന്റെ ബൈക്കായിരുന്നു. അവൻ അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നെ എന്ത് നടക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളാവാണ്, അവരും പുച്ഛിക്കുകയാണ്. ഇതിനിടയിലാണ് ഇവരുടെ വേറൊരു കാര്യം മനസ്സിലാവുന്നത്. ഇവരുടെ കുടുംബസ്വത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അനാവശ്യമായിട്ട് ബുട്ടുവിന്റെയും അതുപോലെ തന്നെ രത്നമ്മയുടെയും കയ്യിൽ നിന്ന് ഇവരുടെ ഫാമിലി ഇവർക്ക് അവകാശപ്പെട്ട സ്വത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് അങ്ങോട്ട് വഴക്കാവുന്നതിന് മുന്നേ തന്നെ രത്നമ്മ ബുട്ടുവിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവനോട് പറയണേ, നീ എന്തിനെങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത്? അപ്പൊ ബുട്ടു പറയുന്നുണ്ട്, അമ്മ കണ്ടതല്ലേ ഇന്ന് ആ ഒരു വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാ സംഭവിച്ചതെന്ന്. നാണം കെടുത്തുകയല്ലേ നമ്മളെല്ലാവരും. അമ്മയ്ക്കായാലും എന്താണ് അവിടെ ഒരു വില? കാശ് വേണം അമ്മ, കാശ് ഉണ്ടെങ്കിലേ വില ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഞാൻ പുറനാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കാശുണ്ടാക്കാം എന്ന് എന്തെന്നെ ചെയ്തിട്ടും രത്നമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ. രത്നമ്മ പറയാണ്, ഈ നാട്ടിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്താൽ മതി എന്ന് പറയണം. ഇപ്പൊ ബുട്ടുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അവൻ അമ്മയെ ചീത്ത പറയാണ് കേട്ടോ. അതായത് നിങ്ങൾ കാരണമാണ് ഞാൻ ഇതുപോലെ ആയിപ്പോയത്, എന്റെ അച്ഛൻ മരിക്കാൻ തന്നെ കാരണക്കാരി നിങ്ങളാണെന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് ഇത്രയും നേരം ശാന്തമായി നിന്നിരുന്ന രത്നമ്മ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബുട്ടു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ബുട്ടുവിന്റെ അച്ഛൻ നാട് നീളെ കടം വാങ്ങി അതുപോലെ തന്നെ ചീട്ടും കളിച്ച് ആകെ കൂടി ഫുള്ള് കടാണ്. കടം വീട്ടാനായിട്ട് ഒരു രക്ഷയില്ലാതായപ്പോൾ ഇവരുടെ വീട് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ബുട്ടുവിന്റെ അമ്മ അതായത് രത്നമ്മയുടെ അടുത്തേക്ക് അവന്റെ അച്ഛൻ വന്നായിരുന്നു. പക്ഷെ വീട് കൂടെ പോയാൽ വഴിയാതാരാവും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ രത്നമ്മ അതിന് സമ്മതിച്ചില്ല. പിന്നീട് രത്നമ്മയോട് വഴക്കിട്ട് അവരുടെ ഭർത്താവ് അവിടുന്ന് ഇറങ്ങി പോവാണ്. ഈ ഒരു കാര്യം ചെറിയ കുട്ടിയായിരിക്കുന്ന ബുട്ടു കണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. അമ്മയോട് വഴക്കിട്ട് പുറംനാട്ടിലേക്കുള്ള ജോലിയും തേടിക്കൊണ്ട് ബുട്ടു പോകാൻ നിൽക്കുകയാണ്. അതേ നേരം തന്നെ ഒരു ശകുനം പോലെ പുറത്തൊരു മോങ്ങ നിൽക്കുന്നത് രത്നമ്മ കണ്ടു. അപ്പൊ രത്നമ്മ അപ്പൊ തന്നെ പറയണ, നീ ഇന്ന് പോണ്ടടാ, ഇന്ന് ഇവിടെ നിൽക്കുന്നീ. എന്നാൽ അതൊന്നും കേൾക്കാതെ ബുട്ടുവും അവന്റെ ഒരു കൂട്ടുകാരനും കൂടെ നേരെ ടൗണിലുള്ള ഒരു ഏജൻസിയിലേക്ക് പോവാണ്. അതായത് ഗൾഫിലേക്ക് പോകാനുള്ള വിസയും കാര്യമൊന്നും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ പോയി നോക്കിയപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം രൂപ വെച്ച് കിട്ടണം, എന്നാൽ മാത്രമേ നല്ലൊരു ജോലി കിട്ടുള്ളൂ. ഇത് കേട്ടപാടിനെ രണ്ടുപേരുടെയും ആ ഒരു പ്രതീക്ഷക്ക് മുഴുവനായിട്ടും പോവുകയാണ് കേട്ടോ. എന്തായാലും പിന്നെ കാണാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ബുട്ടുവിനോട് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ കാശ് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ജോലി കിട്ടുന്ന എന്താ ഉറപ്പ്? അപ്പൊ ബുട്ടു ചോദിക്കുന്നത്, എടാ അത്രയും കാശ് നമ്മളിപ്പോ എവിടെ നിന്ന് ഉണ്ടാക്കും? നോക്കാം, തൽക്കാലം വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോവാണ് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം സന്ധ്യാനേരമായിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ബൈക്കിന്റെ ചാവിയുടെ ഭാഗത്തായിട്ട് ചെറിയൊരു ആണി വെച്ചിരിക്കുകയാണല്ലോ. ആ ആണി അവിടെ വീണ് പോവാണ്. വണ്ടി ഓഫ് ആകുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ആണി എവിടെയാ പോയത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടെ വലിയൊരു മരവും കാണുന്നുണ്ട് കേട്ടോ. വലിയ മരം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, പരന്നങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോ അതിന്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ വല്ല ആനയെ കിട്ടുക നോക്കാൻ വേണ്ടിയിട്ട് ബുട്ടു നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതേ നേരം തന്നെ ബുട്ടുവിനെ കാത്തിരിക്കുകയാണ് രത്നമ്മ അവരുടെ വീട്ടിലിപ്പോ. അതായത് ഇത്രയും നേരമായിട്ട് മോൻ വന്നിട്ടില്ലല്ലോ, അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകോ? രാവിലെ തന്നെ ഓരോ ദുശകുനങ്ങളായിരുന്നു. ഇതേ നേരം തന്നെ ബുട്ടു ഒരു ആണി നോക്കിക്കൊണ്ട് ആ മരത്തിന്റെ അരികിലേക്ക് വരികയാണ് കേട്ടോ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കൂട്ടുകാരൻ ഒരു നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചു നിൽക്കുമ്പോൾ ബുട്ടു ബോധമില്ലാതെ നിലത്ത് കിടക്കുകയാണ്. ഇപ്പൊ അവനെ വിളിച്ചു ഉണർത്തിയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ആണി എടുത്തുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ ബൈക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ആണി ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ആക്കുകയാണ്. സോ ആണി നിലവിൽ ആ ഒരു ബൈക്കിൽ തന്നെയാണ് ഉള്ളത്. ഇതിനുശേഷം നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയ ബുട്ടു ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ ഒറ്റയടിക്ക് ആർത്തിയോടെ എടുത്ത് തിന്നുകയാണ്. പിന്നീട് പോയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അവൻ നല്ല ദേഷ്യത്തിലായതുകൊണ്ടായിരിക്കും സംസാരിക്കാത്തത് എന്ന് കരുതിയിട്ട് രത്നമ്മയും അങ്ങോട്ടേക്ക് സംസാരിക്കാൻ പോയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഇത് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാവിലത്തെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന രത്നമ്മ ചോദിക്കുന്നുണ്ട്, മോനെ പോയ കാര്യം എന്തായി, ജോലി കിട്ടുമോ? ഇപ്പൊ ബുട്ടു പറയണ, ഇല്ല അമ്മേ, അതിനൊരുപാട് കാശ് ചെലവാ, അത്രയും കാശൊക്കെ ഞാൻ എവിടെ പോയിട്ട് ഉണ്ടാക്കാനാ. ഈ നേരത്താണ് ബുട്ടുവിന്റെ ഫാമിലി ജോലി ചെയ്യുന്ന ഒരു പയ്യൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അണ്ണാ ഓടി വാ, ഒരു അത്ഭുതം സംഭവിച്ചെന്ന് പറയണത്. എന്താ കാര്യം എന്ന് ബുട്ടു ചോദിച്ചപ്പോ, അത് പിന്നെ അണ്ണാ ഇന്ന് വലയെറിഞ്ഞ സമയത്ത് ഫുള്ള് മീന്, ഒരുപാട് മീനെ കിട്ടി. ഇത് കേട്ടപാട് തന്നെ ബുട്ടു അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോ എന്താ, മീൻ പിടിക്കാൻ വന്നവരുടെ പെട്ടിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു രാത്രി കൊണ്ട് എന്ത് അത്ഭുതം സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ലൊരു തുക തന്നെ അന്ന് ബുട്ടുവിന് കിട്ടുന്നുണ്ട് കേട്ടോ. സോ ആ കാശ് അതുപോലെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്നാൽ ഇവിടെ പണി കിട്ടിയത് സോമുവിനാണ്. അവന്റെ ആ ഒരു കുളത്തിൽ നിന്നും ഇതുപോലെ മീൻ കിട്ടിയതാ. ഇപ്പൊ ഒരൊറ്റ മീൻ പോലും ഇല്ല. അവനാകെ ദേഷ്യം വന്ന് അവന്റെ പണിക്കാരനെ പിടിച്ച് തല്ലുകയാണ്. നീ എന്റെ മീൻ മുഴുവൻ കട്ടല്ലേ, എവിടെ പോയോടെ എന്റെ മീനുകൾ മുഴുവൻ പറഞ്ഞിട്ട് അവനാകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായ സമയത്ത് മറ്റാ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അയാളുടെ അച്ഛൻ വളർത്തുന്ന ആടുകൾ എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുന്നേ എല്ലാം ഒന്ന് നോക്കി പരിശോധിച്ചിട്ടേ അയാൾ പോയി കിടക്കാറുള്ളൂ. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ കൂട്ടത്തില് ഒരാടിനെ കാണാനില്ല. അതിനെ തപ്പിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാടത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ആടിനെ കണ്ടെങ്കിലും പെട്ടെന്ന് എന്തോ ഒരു കറുത്ത രൂപം വന്നിട്ട് ആ ആടിനെ ഒറ്റയടിക്ക് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. കോൺസ്റ്റബിളിന്റെ അച്ഛനാണെങ്കിൽ ഞെട്ടിപ്പോയി കേട്ടോ. അതെന്താണെന്ന് അയാൾക്ക് കാണാനും പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെയായി. നമ്മുടെ രത്നമ്മ വീട്ടിലേക്ക് വരുമ്പോൾ മകനായിട്ടുള്ള ബുട്ടു ഉണ്ടല്ലോ, ആട്ടിറച്ചി മുഴുവനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് മസാല വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രത്നമ്മ ചോദിച്ചു, അല്ല നിനക്ക് എവിടെ നീ ഇറച്ചി കിട്ടിയത്? ഇപ്പൊ ബുട്ടു ഒന്ന് പരിയും കളിക്കുന്നുണ്ട്. അവൻ പറയാണ്, അത് പിന്നെ അമ്മ എന്റെ ഒരു ഫ്രണ്ട് തന്നെയാ, എന്തായാലും നീ റെഡിയാക്കിക്കോ എന്ന് പറയണം. അതുപോലെ തന്നെ അമ്മയെ വിളിച്ചിട്ട് ബുട്ടു മറ്റൊരു കാര്യം കൂടി ചെയ്യാണ്. അമ്മേ, ഇനി അനാവശ്യമായിട്ട്
പോയിട്ട് ലോണൊന്നും എടുക്കണ്ട കേട്ടോ, ഇപ്പൊ തന്നെയുള്ള എല്ലാ കടവും വെടിയേക്കുന്നിട്ട് കാശ് കൊടുക്കുകയാണ്, ഇനി എന്ത് പണത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ എന്ന് പറയാണ്. ഇത് കണ്ടപ്പോൾ രത്നമ്മയ്ക്ക് സന്തോഷമാവാണ്. കാശ് അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് സൊസൈറ്റിയിൽ അടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, കണ്ടോ എന്റെ മകന്റെ കച്ചവടം നന്നായാലും കാശ് തിരിച്ചേരുന്ന് ഞാൻ പറഞ്ഞില്ലേ, കാശ് മുഴുവൻ ഉണ്ട് എന്ന് പറയണം. അവരാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഇപ്പൊ രത്നമ്മ നമ്മുടെ റിങ്കിയെ കാണുന്നുണ്ട്. അവളോട് നന്ദി പറയണം, മോളെ നീ അന്ന് പറഞ്ഞുകൊണ്ടാ കാശ് കിട്ടിയത്, ഭയങ്കര ഉപകാരം കേട്ടാ. എന്തായാലും പിന്നെ കാണുന്ന പറഞ്ഞിട്ട് ഇപ്പോ രത്നമ്മ അവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ രത്നമ്മ കൊടുത്ത ആ ഒരു കാശ് എണ്ണി നോക്കിയപ്പോൾ അതിലൊരു 1000 രൂപ കൂടുതലായിരുന്നു. ഈ കാര്യം സൊസൈറ്റിയിൽ ആ ഒരു സ്ത്രീ റിങ്കിയോട് പറഞ്ഞപ്പോൾ റിങ്കി പറയാണ്, ആ കാശ് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് ആ 1000 രൂപയും മേടിച്ച് നേരെ റിങ്കി പോകുന്നത് ബുട്ടുവിന്റെ വീട്ടിലേക്കാ. എന്നാൽ അവിടെ എത്തിയ നേരത്ത് വീട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബുട്ടുവിനെ വിളിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പെട്ടെന്നാണ് ബുട്ടു അവളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ റിങ്കി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. ബുട്ടു എന്താ കാര്യം ചോദിച്ചപ്പോൾ അത് പിന്നെ നിന്റെ അമ്മ തന്ന കാശിൽ 1000 രൂപ കൂടുതലുണ്ടായിരുന്നു, അത് തിരിച്ചു തരാൻ വന്നേന്ന് പറയണം. ആ ശരിയെന്ന് പറയണം. അതേ നേരം തന്നെ ബുട്ടുവിനോട് റിങ്കി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ബുട്ടു നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അപ്പൊ ബുട്ടു ചോദിക്കണേ എന്ത് പറയാന്, ഒന്നുമില്ല എന്ന് പറയണം. എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വിഷമത്തിൽ റിങ്കി അവിടുന്ന് പോവാണ്. എന്താണ് റിങ്കിയുടെ ചാട്ടത്തിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായ? ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മുടെ കോൺസ്റ്റബിളിന്റെ അച്ഛന്റെ ആ ഒരു ഫാം കാണിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആടുകൾ ഇപ്പൊ മോഷണം പോയിട്ടുണ്ട്. അയാളുടെ മാത്രമല്ല ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാരുടെ ആടുകൾ ഇപ്പൊ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോ അവിടുത്തെ ഒരു ബാറ് കാണിക്കുകയാണ്. അവിടത്തേക്ക് ചർച്ചാ വിഷയം തന്നെ ഇതാണ്. 2 എണ്ണം അടിക്കാനായിട്ട് രത്നമ്മയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രത്നമ്മയോട് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോയിട്ട് ചോദിക്കണം, അല്ല ഈ ഒരു ആടുകളനെ പിടിച്ചു തരാൻ നിനക്കൊരു പറ്റുമോ? അപ്പൊ രത്നമ്മ പറയണം, വല്ല പ്രേതവും ഭൂതൊക്കെയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം, ഈ കള്ളനെ പിടിക്കുന്ന പരിപാടിയൊന്നും എനിക്കറിയില്ല എന്ന് പറയണം. ഇതിനുശേഷം കോൺസ്റ്റബിൾ മാമുവിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. അവന്റെ അച്ഛൻ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചെരുപ്പ് കൊണ്ട് വരണം കൊടുത്തിട്ട് പറയണത്, ഡാ നിനക്ക് നാണമില്ലേ, ഒരു പോലീസുകാരന്റെ വീട്ടിൽ നിന്ന് ആ കള്ളൻ ആടിനെ അടിച്ചു മാറ്റിക്കൊണ്ടത്, മര്യാദക്ക് അവനെ കണ്ടുപിടിച്ചോ എന്ന് പറയണം. പാവം അടിയും മേടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പോലീസുകാരനാണെങ്കിലും ആളൊരു ശുദ്ധ പാവമാണ്. ഇതേ സമയം തന്നെ സോമു വെള്ളക്കടിച്ച് ആകെ അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവന്റെ കുളത്തിൽ ഇപ്പോൾ ഒട്ടും മീനില്ല. ബുട്ടുവിന്റെ കുളത്തിലാണെങ്കിൽ ഇഷ്ടമാതിരി മീനുണ്ട്. അപ്പൊ അവൻ എന്തോ ഒരു കൂടോത്രം ചെയ്ത് എന്റെ കച്ചവടം നശിപ്പിക്കുകയാണ്, നോക്കിക്കോ, അവന്റെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും, അവനിട്ട് ഞാനൊരു പണി കൊടുക്കും. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് ബുട്ടുവിനോടുള്ള വൈരാഗ്യം സോമുവിന് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഇപ്പൊ രത്നമ്മ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇരുട്ടത്ത് നമ്മുടെ ബുട്ടു ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ രത്നമ്മ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഇപ്പൊ ബുട്ടുവിനോട് എന്താ ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചപ്പോ ഒന്നുമില്ല, വെള്ളം കുടിക്കാൻ വന്നതാന്ന് പറയണം. പിന്നീട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഇപ്പൊ ബുട്ടു ഒരു കാര്യം കൂടെ രത്നമ്മയോട് പറയണം, അമ്മ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ, കാശൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിൽ പോയിട്ട് കഥ കിടക്കുകയാണ്. അപ്പൊ തന്നെ രത്നമ്മയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. ഇവന്റെ കയ്യിൽ ഇതിനു മാത്രം കാശ് എവിടുന്ന, എന്തായാലും കച്ചവടം ചെയ്താലൊന്നും ഇത്ര കാശ് കിട്ടാൻ പോകുന്നില്ല. എന്തായാലും അന്നേ ദിവസവും കഴിഞ്ഞു പോവാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഈ വയലിന്റെ ഭാഗത്തൊരു കാര്യം കണ്ട് നാട്ടുകാർ മുഴുവൻ അങ്ങോട്ടേക്ക് ഓടിക്കൂടുകയാണ്. അതായത് ഇത്രയും ദിവസമായിട്ട് കാണാതാവുന്ന ആടിന്റെ ഒരു പൊടി പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ഒരു ആടിന്റെ എല്ല്, അതിന്റെ ഇറച്ചി മുഴുവനും എന്തോ ഒന്ന് തിന്ന് തീർത്തിട്ടുണ്ട്. ഇനി വല്ല മൃഗങ്ങളാണോ എന്ന് വരെ ആൾക്കാർ സംശയിച്ചു പോവാണ്. എന്തായാലും ഓടിക്കൂടി ആ ഒരു നാട്ടുകാരുടെ കൂട്ടത്തിൽ ബുട്ടു ഇല്ലായിരുന്നു കേട്ടോ. ബുട്ടു ഇപ്പൊ നേരെ പോയത് റിങ്കിയെ കാണാനാണ്. അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് ബുട്ടു ഒരു കാര്യം പറയാണ്, നിനക്ക് നാളെ എന്റെ അടുത്തേക്ക് ഒന്ന് വരാൻ പറ്റുമോ? നമ്മുടെ ആ ഒരു പഴയ ഡാമില്ലേ, അങ്ങോട്ടേക്ക് വന്നാൽ മതി, ഒരു കാര്യം സംസാരിക്കാനെന്ന് പറയണം. ഇപ്പൊ റിങ്കി പറയണ, നാളെയല്ലേ ഞാൻ വരാന്ന് പറയണം. അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബുട്ടുവിന്റെ അടുത്തേക്ക് സോമും അവന്റെ കൂട്ടുകാരും കൂടെ വരികയാണ്. അവിടെ വെച്ച് അലമ്പുണ്ടാക്കാൻ തന്നെ വന്നതാണ്. സോമു വന്ന പാട് തന്നെ ബുട്ടുവിനോട് പറയുന്നുണ്ട്, എടാ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒറ്റ ദിവസം കൊണ്ട് എന്റെ കുളത്തിലെ മീനിനെ മുഴുവൻ കാണാതാവുക, നിന്റെ കുളത്തിൽ നിറയെ മീനുകളാവുക, സത്യം പറയണ നീ കട്ടതില്ലേന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചതിന് പുറമെ കയ്യേറ്റവും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ദേഷ്യം വന്ന ബുട്ടു അയാളുടെ കയ്യിൽ ഒരൊറ്റപ്പെടുത്താണ്. എന്നിട്ട് സോമുവിനോട് പറയണ, ഇത് അവസാന വാണിംഗ് ആണ്, ഇനി എങ്ങാനും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നാണ്ടല്ലോ. ഇപ്പൊ സോമു തന്നെ ഞെട്ടിപ്പോയി. കാരണം ബുട്ടു ഒരിക്കലും ഇങ്ങനെ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല. ഇവനെന്താ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്ന, എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടാ. പിന്നെ സോമു ഒന്നും മിണ്ടിയില്ല. ബുട്ടു ആണെങ്കിൽ അവന്റെ കയ്യിൽ പിടുത്തം വിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേന്ന് ബുട്ടു ഡാമിന്റെ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. റിങ്കിയോട് വരണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അവളിപ്പോ അങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ റിങ്കി ചോദിക്കണം, എന്താ ബുട്ടു, എന്താ നിനക്ക് പറയാനുള്ളത്? അവൾ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ബുട്ടു പറയാൻ പോകുന്നത്. അതായത് അവളെ ബുട്ടുവിനും ഇഷ്ടമാണ്. എന്നാൽ ഇത് എങ്ങനെ പറയണമെന്നറിയാതെ ഈ പൊട്ടൻ എന്താ ചെയ്തതെന്ന് അറിയോ? അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഏത് പെണ്ണാണ് ഈ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ പ്രതിരോധിക്കാതിരിക്കുക? അവളിപ്പോ അവനെ തള്ളി മാറ്റി മുഖത്തിട്ട് ചെളുക്കി പിളിക്കുന്നൊന്ന് കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാമരോഗി, കാമപിശാച്, കാമരാജ യൂണിവേഴ്സിറ്റി. എന്തായാലും അവളുടെ കയ്യിൽ നിന്ന് അടിയും മേടിച്ച് ബുട്ടു നേരെ വീട്ടിലേക്ക് പോണ്. അതേ നേരം തന്നെ രത്നമ്മയാണെങ്കിൽ ഏതോ ഒരു കൂടിയ ജാതി പ്രേതത്തിന് ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് തോന്നുന്നു ഇങ്ങനെ കമഴ്ന്ന് കിടന്നൊക്കെയാ ഇത് അലറുന്നത്. അപ്പൊ ആ ജാതി പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ബുട്ടു അതിലൂടെ പോകുന്നത്. ബുട്ടുവിനെ കണ്ട സമയത്ത് ഈ പ്രേതം ഒരു ചിരിയാണ്. ആഹാ, നല്ല കൂടിയ ജാതി ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ. എന്നിട്ടാ നമ്മളെപ്പോലെയുള്ള ചോട്ടാ പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ നടക്കുന്നത്. ചുമ്മാ ഞാൻ പറഞ്ഞ കേട്ടോ, ഒരു തമാശ രൂപത്തില്. എന്തായാലും ഈ രീതിയിലാണ് ആ ആത്മാവ് രത്നമ്മയോട് സംസാരിക്കുന്നത്. അപ്പൊ അത് കേട്ടപാട് തന്നെ രത്നമ്മ ചോദിക്കുകയാണ്, അല്ല നീ എന്താ പറഞ്ഞത്, വ്യക്തമായിട്ട് പറ. ഇപ്പൊ ആ ഒരു ആത്മാവ് പറയണ, ഇല്ല ഞാൻ പറയില്ല. ദേഷ്യം വന്ന രത്നമ്മ കുറച്ച് കടുത്ത പ്രയോഗം എടുക്കുകയാണ്. അതായത് ആ സ്ത്രീയുടെ
ഉള്ളിൽ നിന്നും ആത്മാവിനെ പുറത്തേക്ക് എടുക്കാൻ നോക്കണം. ഇതേ നേരം തന്നെ അവരാണെങ്കിൽ അവരുടെ നാക്ക് വരെ കടിച്ചു മുറിച്ചിടുന്നുണ്ട്. എന്നാലും ആ ആത്മാവിനെ ഈ രത്നമ്മ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ അന്നും രാത്രിയായ സമയത്ത് നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. കാരണം ഇന്ന് രാത്രി ഉറപ്പായിട്ടും കള്ളനെ പിടിക്കണം. കാരണം 1-2 ആടുകളല്ല, ഒരുപാട് ആടുകളായി അവനിപ്പോ കട്ടുകൊണ്ട് പോകുന്നു. ഒരുത്തനും അവനെ കണ്ടിട്ടുമില്ല. എന്തായാലും മായാവിയായിട്ടുള്ള ഈ കള്ളനെ ഇന്ന് രാത്രി തന്നെ പിടിക്കണം. അപ്പൊ ആ ഒരു വാശിയിലാണ് നാട്ടുകാർ മുഴുവൻ. എന്തായാലും ഒരു കെണിയും വെച്ച് ഇവര് കാത്തിരിക്കുകയാണ്. ഇരുട്ട് പോലെ എന്തോ ഒരു രൂപം അതിലൂടെ പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പൊ അത് തന്നെ കള്ളൻ. അതിനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവനും അതിന്റെ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പൊടി പോലും ഇവർക്ക് കിട്ടുന്നില്ല കേട്ടോ. കാരണം മനുഷ്യനാണെങ്കിലല്ലേ അതിനെ പിടിക്കാൻ പറ്റുള്ളൂ. ഇതിനുശേഷം ബുട്ടുവിന്റെ അമ്മ രത്നമ്മയെ കാണിക്കുകയാണ്. അവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മുകളിൽ നിന്നും ഇന്ന് രാവിലെ ഒഴിപ്പിച്ച ആ ഒരു പ്രേതം ഉണ്ടല്ലോ, അത് വന്നിട്ട് അവരുടെ മുഖത്തേക്ക് ചോര തുപ്പുകയാണ്. ഇത് കണ്ട് പെട്ടെന്ന് രത്നമ്മ ചാടി എഴുന്നേൽക്കുക. അതൊരു സ്വപ്നമായിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ കട്ടിലിരിക്കുന്ന സമയത്ത് അവരുടെ പിന്നിലൂടെ പതുക്കെ ആ ആത്മാവ് വന്നിട്ട് പറയാണ്, നിന്റെ മകനെ അവൻ പിടിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ മകൻ ബുട്ടുവിന് ഒരു രക്ഷയും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ നേരെ അലറിക്കൊണ്ട് വരികയാണ്. എന്നാൽ ഇതും സ്വപ്നമായിരുന്നു. ആ സ്വപ്നവും കണ്ട് രത്നമ്മ ചാടി എഴുന്നേൽക്കുകയാണ്. ചുറ്റും ആത്മാക്കളൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. ആ ആത്മാവിനെ നേരത്തെ തന്നെ രത്നമ്മ ശരിയാക്കി വിട്ടിട്ടുണ്ട്. പിന്നീട് എന്തോ ഒരു സംശയം തോന്നി ബുട്ടു അവന്റെ റൂമിൽ തന്നെ ഉണ്ടാവുമോ എന്ന് നോക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ബുട്ടു അവിടെ തന്നെ ഉണ്ട്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന്റെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് മണ്ണ് പറ്റി കിടക്കുന്നത് ഇപ്പോ രത്നമ്മ കാണുകയാണ്. അപ്പൊ തന്നെ ചില സംശയങ്ങൾ അവർക്ക് തോന്നി തുടങ്ങി കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് ആ നാട്ടിലെ ഉത്സവം കേട്ടോ. അപ്പൊ എല്ലാവരും അതിന് പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആ നേരം അവിടെ നമ്മുടെ റിങ്കി ഉണ്ടായിരുന്നു. അപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ബുട്ടു സോറിയൊക്കെ പറയുന്നുണ്ട്, അന്നൊരു അബദ്ധത്തിൽ പറ്റിയതാന്നൊക്കെ. എന്നാൽ ഈ നേരത്തെല്ലാം ബുട്ടുവിനെ അങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രത്നമ്മ. അതായത് അവര് വിചാരിക്കുന്നത് പോലെ ഇനി ബുട്ടുവിന്റെ ഉള്ളിലെങ്ങാനും എന്തെങ്കിലും ഉണ്ടെങ്കിലോ. എന്തായാലും വൈകുന്നേരം അവൻ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി വറുത്ത അരിയും അതിന്റെ കൂടെ തന്നെ ഒരു ചെറുനാരികയും ഇതെല്ലാം ബുട്ടുവിന്റെ ബെഡിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രിയായി. ബുട്ടു വീട്ടിലേക്ക് വരികയാണ്. അവൻ വന്ന പാട് തന്നെ ലൈറ്റ് എല്ലാം ചെറുതായിട്ട് കെട്ടുപോകുന്നുണ്ട്. മാത്രമല്ല അവൻ നേരെ അവന്റെ മുറിയിലേക്കല്ല പോയത് കേട്ടോ. ഇപ്പൊ രത്നമ്മ വിചാരിക്കുകയാണ്, ഇതിപ്പോ എവിടെയാ പോയത് അവൻ. ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോ രത്നമ്മ അവന്റെ കട്ടിലിന്റെ അടിയിൽ വെച്ച ആ ഒരു നാരങ്ങയുണ്ടല്ലോ, അത് ഉരുണ്ട് അവരുടെ കാലിന്റെ ചോട്ടിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ഏകദേശം രത്നമ്മയ്ക്ക് മനസ്സിലായി ബുട്ടുവിന്റെ ഉള്ളിൽ ഏതോ ഒരു സാധനം കയറി കൂടിയിരിക്കുകയാണ്. മാത്രമല്ല പെട്ടെന്ന് ആ വാതിലങ്ങ് തുറക്കുകയാണ്. എന്നിട്ട് രത്നമ്മയെ ഒരു നോട്ടം നോക്കുകയാണ്. ആര്? ബുട്ടു തന്നെ. ഇപ്പൊ ബുട്ടുവിനെ നോക്കിയിട്ട് രത്നമ്മ ചോദിക്കുകയാണ്, സത്യം പറ, നീ ആരാണ്? ഇപ്പൊ ബുട്ടു പറയാണ്, അമ്മയ്ക്ക് എന്നെ അറിയില്ലേ, ഞാൻ തന്നെ അമ്മയുടെ ബുട്ടു. അതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോ വസ്തുക്കളും പതിയെ പതിയെ മുകളിലേക്ക് പൊന്താൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഭയങ്കര ഗൗരവത്തില് ഒരു വല്ലാത്ത രീതിയിൽ ബുട്ടു അമ്മയെ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. ഇനി എങ്ങാനും ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ച് എന്റെ അടുത്തേക്ക് വന്നാൽ ഇതെന്റെ അവസാനത്തെ വാണിയാണ്. പ്രേതങ്ങളെ എല്ലാം ഓടിപ്പിക്കുന്ന അതൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന രത്നമ്മ ഈ സംഭവത്തിൽ ഒന്ന് ചെറുതായിട്ട് പേടിച്ചുപോയി. ഇവിടെ വെച്ച് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് രത്നമ്മയുടെ ഹസ്ബൻഡ് ഫുള്ള് കടാക്കി അവസാനം വീട് വെക്കാന്ന് പറഞ്ഞപ്പോൾ രത്നമ്മ സമ്മതിച്ചില്ലല്ലോ. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ എവിടുന്നോ കുറെ കാശുമായിട്ട് രത്നമ്മയുടെ അടുത്തേക്ക് വന്നിട്ട്, കണ്ടോ എന്റെ കയ്യിൽ കാശ് കണ്ടോ, നീ തന്നിട്ടൊന്നും വേണ്ട എന്റെ കയ്യിൽ കാശ്, ഞാൻ എന്തായാലും മോനെയും കൂട്ടി പട്ടണത്തിലേക്ക് പോവാ, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ മേടിക്കും. ഈ സമയത്ത് രത്നമ്മ പറയാണ്, എനിക്കറിയാം ഈ പൈസ നല്ല രീതിയിലല്ല നിങ്ങൾ ഉണ്ടാക്കിയെന്ന്, അതുകൊണ്ട് എന്റെ മോനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ അവളെ തട്ടി മാറ്റി, അത് പറയാൻ നീ ആരടി, ഇവൻ എന്റെയും കൂടെ മോനല്ലേ, ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോവാണ്. ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു പ്രസന്റിൽ കാണിക്കുകയാണ്. അതായത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ ബുട്ടു ഉണ്ടല്ലോ എന്നത്തെയും പോലെ തന്നെ ആട്ടിറച്ചി കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വേവിച്ച് തിന്നാണ്. ഇത് കണ്ടപ്പോൾ തന്നെ രത്നമ്മയ്ക്ക് കാര്യം മനസ്സിലായി. നാട്ടിൽ നിന്നും പലപ്പോഴായിട്ട് കാണാതാവുന്ന ആടുകൾ എല്ലാത്തിനെയും കട്ടുകൊണ്ട് പോകുന്നത് ഇവൻ തന്നെയാണ്, ബുട്ടുവിന്റെ ഉള്ളിലെ ആ ഒരു ആത്മാവ്. ഇപ്പൊ ബുട്ടുവിനോട് എന്തോന്ന് ചോദിക്കാനായിട്ട് രത്നം അങ്ങോട്ടേക്ക് വന്നപ്പോ തന്നെ ബുട്ടു പറയുന്നത്, ഒന്നും എന്നോട് ഇങ്ങോട്ടേക്ക് ചോദിക്കരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇനിയിപ്പോ കാശായിട്ടോ അല്ലെങ്കിൽ കള്ളായിട്ടോ എന്താന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി, അല്ലാതെ മറ്റെന്തെങ്കിലും എന്നോട് ചോദിക്കാൻ വന്നാൽ. ഇതും പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റൂമിൽ പോയിട്ട് ഒറ്റ വാതിലടക്കലാണ്. പിന്നീട് അന്ന് വൈകുന്നേരം 2 എണ്ണം അടിക്കാനായിട്ട് രത്നമ്മ ബാറിൽ പോയ സമയത്ത് അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് രത്നമ്മ കേട്ടു. അതായത് ഈ ആട് കക്കുന്ന കള്ളനെങ്ങാനും കയ്യിൽ കിട്ടിയാൽ വെച്ചോണ്ടിരിക്കണ്ട, പോലീസിനൊന്നും കൊടുക്കണ്ട, തല്ലി കൊന്നുകളയാം നമുക്ക്. ഇത് കേട്ട രത്നമ്മ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആടുകള്ളൻ ആരാണ്? ബുട്ടുവാണ്. പക്ഷെ ഇതൊന്നും ചെയ്യുന്നത് ബുട്ടു അല്ല, അവന്റെ ഉള്ളിലെ ആ ഒരു ആത്മാവാണ്. എങ്ങാനും ഇവരുടെ കയ്യിൽ ബുട്ടുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ബുട്ടുവിനെ കൊല്ലുമെന്ന് രത്നമ്മയ്ക്ക് ഉറപ്പായി. അതുപോലെ ബുട്ടുവിനെ അർജന്റായിട്ട് കാണുന്നു പറഞ്ഞിട്ട് റിങ്കി അവനെ വിളിപ്പിക്കുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ റിങ്കിക്ക് വേണ്ടി ചെക്കനെ നോക്കുന്നുണ്ട്, അതായത് അവളുടെ കല്യാണം നോക്കുകയാണ്. അപ്പോൾ ബുട്ടു പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, നിന്നെ ഒരാൾ കിട്ടിയെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഇപ്പൊ രണ്ടുപേരും ആ ഒരു കുളത്തിന്റെ ഭാഗത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സോമും അവന്റെ കുറച്ച് പയ്യന്മാരും വരുന്നത്. അതായത് നമ്മുടെ ബുട്ടുവിനെ ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു അവൻ. എന്തായാലും സോമു വന്ന് നോക്കുമ്പോൾ ഡോക്ടറുടെ മകളുമായിട്ട് നമ്മുടെ ബുട്ടു നന്നായിട്ട് ശൃംഗരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 2 എണ്ണത്തിന് ഇപ്പൊ തന്നെ പൊക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ പതിയെ 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 അങ്ങോട്ടേക്ക് ചെന്നിട്ട് പിറകിൽ നിന്നും അവനെ അടിക്കാൻ നിൽക്കുമ്പോൾ വെള്ളത്തിലെ റിഫ്ലക്ഷൻ കാണുകയാണ്. അതായത് വെള്ളത്തിലെ റിഫ്ലക്ഷൻ ആരുടെയൊക്കെ കാണാം? റിങ്കിയുടെയും കാണാം, ബുട്ടുവിന്റെയും കാണാം. എന്നാൽ അവളുടെ മാത്രമേ കാണുന്നുള്ളൂ, തൊട്ടടുത്തിരിക്കുന്ന ബുട്ടുവിന്റെ കാണുന്നില്ല. അവൻ അപ്പൊ തന്നെ ഞെട്ടിപ്പോയി. ഒച്ച കേട്ട് റിങ്കി
പുറകെ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? അവളുടെ ആ ഒരു ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഏന്തി നോക്കുന്നത് പോലെ തന്നെ നിൽക്കുന്ന സോമു. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ റിങ്കി ഒന്ന് ഞെട്ടിപ്പോയാട്ടോ. എന്നാൽ അപ്പൊ തന്നെ നല്ല ഒന്നാന്തര ആട്ട് കൊടുക്കുന്നുണ്ട്. സോംപേരി കഴിവേറി മാറി നിൽക്കട അങ്ങോട്ടേക്ക് എന്ന് പറയാണ്. എന്നാൽ സോമു ആണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അതായത് എന്തോ സംതിങ് റോങ് ഉണ്ട് എന്ന് അവൻ അവിടുന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നൈസായിട്ട് കൂട്ടുകാരുടെ കൂടെ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് രാത്രിയായി. എന്നത്തെയും പോലെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ആടുകളെ പിടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരുത്തൻ മാത്രം ഒന്ന് നമ്പർ 1 പോകാനായിട്ട് ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. മാറി നിന്ന സമയത്താണ് ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ആ ഒരു ശബ്ദം കേൾക്കുന്നത്. പച്ചയിറച്ചിയിൽ ഇങ്ങനെ കടിക്കുന്ന ആ ശബ്ദം. പതിയെ അങ്ങോട്ടേക്ക് അവൻ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. ആ കാഴ്ച കണ്ട് അവനാകെ ഞെട്ടിപ്പോവാണ്. പച്ചയ്ക്ക് ഒരു മനുഷ്യൻ ഒരു മൃഗത്തെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കണ്ട അവന്റെ കരച്ചിലാണ് പിന്നീട് നാട്ടുകാർ കേൾക്കുന്നത്. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ എല്ലാവരും കണ്ട കാഴ്ച എന്താണ്? തലയില്ലാതെ കിടക്കുന്ന ആ കരഞ്ഞവന്റെ ശരീരം. ഇത്രയും ദിവസം ആടാണെങ്കിൽ ഇന്നൊരു മനുഷ്യനാണ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത്. വിഷയമാകില്ലേ? പിറ്റേ ദിവസം ഒരുപാട് നാട്ടുകാരും അതിന്റെ കൂടെ തന്നെ പോലീസുകാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റബിൾ മാമു എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് ഇതിപ്പോ ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ ഒരു മൃഗമാണോ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും രാത്രി ഒരു 7 മണിക്ക് ശേഷം വീട്ടിന്റെ പുറത്തേക്ക് പരമാവധി ഇറങ്ങാതിരിക്കാൻ നോക്കുക. നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ബുട്ട് നേരെ പോയത് ഡോക്ടറെ കാണാനാ. എന്തിനാന്നല്ലേ? നിങ്ങളുടെ മക്കളെ എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിച്ചു തരണം എന്ന് പറയാനായിട്ട്. എന്നാൽ ഇത് കേട്ട പാടിനെ ഡോക്ടർ ഒരേറ്റ ആട്ടിലാണ്. നീ ആരടാ എന്റെ മോളെ പെണ്ണ് ചോദിക്കാനായിട്ട്? എന്താണ് നിന്റെ യോഗ്യത? നീ എന്താ പഠിച്ചത്? മീൻ പണിയോ? ഇറങ്ങി പൊയ്ക്കോണെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നാട്ടി വിടുകയാണ് ഡോക്ടർ. ഡോക്ടറുടെ ജാട കണ്ടാ വിചാരിക്കും എന്നും 100 പേഷ്യൻസ് ആണ്. ഈ വെളുത്തവാവിനും കറുത്തവാവിനും 10-12 പേഷ്യൻസിനെ കിട്ടിയാലായി. ആ ഡോക്ടറാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത്. എന്തായാലും വിഷമത്തോട് കൂടിയിട്ട് ബുട്ടു നേരെ വീട്ടിലേക്ക് പോയിട്ട് ടെറസിൽ നിന്നും അവന്റെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവന്റെ അമ്മ അവന്റെ അരികിലേക്ക് വന്ന് ചോദിക്കുകയാണ്, നീ ആരാണ്? സത്യം എന്നോട് പറ. ഈ നേരത്തെ ബുട്ടു പറയാണ്, അമ്മ എന്തീ പറയുന്നത്? ഞാൻ അമ്മയുടെ മകൻ ബുട്ടു. എന്നാൽ വീണ്ടും രത്നമ്മ കയ്യിലുണ്ടായിരുന്ന ഒരു പൊടിയെടുത്ത് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട്, സത്യം പറയടാ, നീ ആരാണ്? എന്നോട് കളിക്കാൻ നിൽക്കണ്ടെന്ന് രത്നമ്മ പറഞ്ഞു തീർന്നില്ല. അടുത്ത നിമിഷം തന്നെ ബുട്ടു അവരുടെ കഴുത്തിൽ കയറി അങ്ങ് പിടിക്കുകയാണ്. രത്നമ്മയെ തൂക്കിയെടുത്ത് ടെറസിന്റെ തുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയാണ്, ഇനി എങ്ങാനും ഇമാതിരി ചോദ്യം ചോദിച്ച് എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ ഇതുപോലെ വാണിംഗ് ആയിരിക്കില്ല, കഴുത്ത് ഞാൻ പിരിച്ചിട്ട് കളയും. ഇതും പറഞ്ഞ് രത്നമ്മയെ ഒരു ഏറും കൊടുത്തിട്ട് ബുട്ടു അവന്റെ റൂമിലേക്ക് പോവാണ്. ഇതോടുകൂടി രത്നമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് സാധാരണ ഒരു ആത്മാവല്ല. അതുപോലെ തന്നെ ഇവിടെ വെച്ചൊരു ഫ്ലാഷ് ബാക്കും കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ഭർത്താവ് എവിടുന്നോ കുറെ കാശ് ഉണ്ടാക്കി എന്ന് പറയുന്നില്ലേ, അതെന്തോ ആഭിചാരക്രിയകളോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് അന്ന് വീട്ടിൽ നിന്ന് മകനെ കൂട്ടിക്കൊണ്ടുപോയത് തന്നെ മകനെ ബോധം കെടുത്തി അവനെ ബലി കൊടുത്ത് അതിലൂടെ എന്തൊക്കെയോ ചില കർമ്മങ്ങൾ ചെയ്യാനാണ്. എന്നാൽ ഇത് കണ്ടുപിടിച്ച രത്നമ്മ അങ്ങോട്ടേക്ക് ചെന്ന് അത് മുടക്കാൻ നോക്കിയെങ്കിലും അയാൾ സമ്മതിച്ചില്ല. മറ്റൊരു വഴിയില്ലാതെ സ്വന്തം കെട്ടിയവനെ കഴുത്ത് ഞെരിച്ച് രത്നമ്മയ്ക്ക് കൊല്ലേണ്ടി വന്നു. എന്നാൽ പ്രായം പോലും തികയാത്ത തന്റെ മോനെ പുറത്തിട്ടുകൊണ്ട് ജയിലിൽ പോകാനായിട്ട് രത്നമ്മ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ആത്മഹത്യ എന്ന രീതിയിൽ, കടം കയറി തൂങ്ങിയതാ എന്ന രീതിയിൽ സ്വന്തം കെട്ടിയവനെ മുറ്റത്തുണ്ടായിരുന്ന മരത്തിൽ അവര് കെട്ടി തൂക്കുകയാണ്. അതായത് മകനെ രക്ഷപ്പെടുത്താനായിട്ട് സ്വന്തം കെട്ടിയവനെ കൊന്നവനാണ് ഈ രത്നമ്മ. ആ ഫ്ലാഷ് ബാക്ക് ഇപ്പൊ കഴിഞ്ഞു. എന്തായാലും അങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് രത്നമ്മ എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് തന്നെ രത്നമ്മയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്വാമിയുണ്ട്, ബാവുസ്വാമി. രത്നമ്മ പിന്നീട് തന്റെ ഗുരുവിനെ കാണാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് രത്നമ്മ പോവാറുണ്ട്. പിന്നീട് ഗുരുവിനോട് രത്നമ്മ എല്ലാ കാര്യവും പറയാണ് കേട്ടോ. അതായത് ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, എന്നെ കൊണ്ട് അത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗുരു രത്നമ്മയോട് ഒരു കാര്യം പറയണം, നീ പേടിക്കണ്ട, എന്തായാലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഇതേ നേരത്ത് നമ്മുടെ ബുട്ടുവിനെ നോക്കിയിട്ട് അവനെ കാണാഞ്ഞിട്ട് അവൻ ആ ഒരു കൂട്ടുകാരുണ്ടല്ലോ നേരെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാ പിന്നെ തിരിച്ചു പോയേക്കാം എന്ന് കരുതിയിട്ട് അവന്റെ കൂട്ടുകാരൻ തിരിച്ചു പോകുന്ന സമയത്ത് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച കാണുകയാണ്. ഒരാടിനെ കൊന്ന് പച്ചയ്ക്ക് അതിന്റെ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബുട്ടു. അപ്പൊ തന്നെ കൂട്ടുകാരന് മനസ്സിലായി ആ ആടുകള്ളൻ അത് മറ്റാരുമല്ല ബുട്ടു ആണെന്ന്. എന്നാ ബുട്ടു വെറും ഒരു ആടുകള്ളനാണോ? അല്ല, ഒരുത്തനെ തല പിഴുതെടുത്ത് കൊന്നവൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ ആകെ വിറച്ച് ഒരു മരത്തിന്റെ പിന്നിൽ പോയിട്ട് വിളിക്കുകയാണ്. ആ സമയത്ത് ചെറിയൊരു ശബ്ദം ഉണ്ടായി. അങ്ങോട്ടേക്ക് പതിയെ പതിയെ ബുട്ടു വരികയാണ്. അവിടെ വെച്ച് അവന്റെ കൂട്ടുകാരനെ കണ്ടാൽ ഉറപ്പായിട്ടും കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. കാരണം എന്താ, ഇപ്പൊ അത് ബുട്ടുവല്ല, ബുട്ടുവിന്റെ ഉള്ളിൽ ഏതോ ഒരു പൈശാചിക ശക്തിയാണ്. ഇതേ നേരം കൂട്ടുകാരനാണെങ്കിൽ വായിന്ന് ശബ്ദം വരാതിരിക്കാനായിട്ടുള്ള തുണി മുഴുവൻ വായി തിരികെ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ ആയുസ് തീരാനായിട്ടില്ല. അവന്റെ ഭാഗ്യം കൊണ്ട് തൊട്ടപ്പുറത്ത് ഏതോ ഒരു ജീവി കരഞ്ഞപ്പോ അതിനെ പിടിക്കാനായിട്ട് ബുട്ടു നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇതേ നേരം തന്നെ നമ്മുടെ രത്നമ്മ സ്വാമിയുടെ അടുത്തേക്ക് പോയല്ലോ. സ്വാമി എന്താണ് ബുട്ടുവിന്റെ ഉള്ളിൽ കയറിയ ആ ഒരു പൈശാചിക ശക്തി ഇതറിയാൻ വേണ്ടി സ്വാമിയുടെ കണ്ണുകളെല്ലാം കെട്ടി മറ്റൊരു പൈശാചിക ശക്തിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഒരു പെണ്ണിന്റെ ആത്മാവാണെന്ന് തോന്നുന്നു. അത് പതിയെ സ്വാമിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സ്വാമിയുടെ ചെവിയിലായിട്ട് അവന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ബുട്ടുവിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് അവന്റെ ആത്മാവാണ്, അമരി. അമരിയോ? അവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അകലെയായിട്ട് ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ് അമരി ജനിച്ചത്. അവനൊരു അച്ഛനുമുണ്ട്, ഒരു അമ്മയുണ്ട്. അച്ഛനാണെങ്കിൽ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കും. അവന്റെ അമ്മ എപ്പോഴും ഉപദ്രവിക്കും, തല്ലും, ക്രൂരമായിട്ട് പീഡിപ്പിക്കും. അവസാനം അത് സഹിക്കാൻ കഴിയാതെ
കഴിയാതെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. അങ്ങനെ അവരുടെ മൃതദേഹത്തുനിന്ന് വരെ സ്വർണ്ണം ഊരി അത് വിറ്റ് കുടിക്കാൻ നോക്കിയവനാണ് അമരിയുടെ അച്ഛൻ. അമ്മയില്ലാത്ത അമരി, ഇത്രയും വൃത്തികെട്ടവനായ ഒരു അച്ഛൻ, ഇവൻ എങ്ങനെ പിന്നീട് വളരും? ഒരിക്കലും നല്ല സാഹചര്യത്തിലായിരിക്കില്ല. ഭക്ഷണം കഴിക്കാൻ വരെ അവന് ചെറിയ പ്രായം മുതൽ ഒരു വഴിയില്ലായിരുന്നു. പിന്നെ അവന്റെ മുന്നിലുണ്ടായിരുന്ന ഏക വഴി അത് മോഷണം മാത്രമായിരുന്നു. പല തവണയായിട്ട് അവൻ ഭക്ഷണം മോഷ്ടിക്കുകയാണ്. ഒരുപാട് തവണ പിടിക്കപ്പെടാതെ അവൻ മോഷ്ടിച്ചു ഭക്ഷണം കഴിച്ചു. പക്ഷെ ഒരുപാട് തവണ പിടിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവന്റെ അവസ്ഥ മനസ്സിലാക്കി നാട്ടുകാർ ഒരു ഇച്ചിരി ഭക്ഷണം അവന് കൊടുക്കുന്നതിൽ തെറ്റുണ്ടായിരുന്നോ? ഇല്ല. അവര് നന്നായിട്ട് നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരു കള്ളനായി മാറില്ലായിരുന്നു. ചെറിയ കുട്ടിയല്ലേ അമരി. പലപ്പോഴും കട്ടു, പലപ്പോഴും പിടിക്കപ്പെട്ടു, ഒരുപാട് നാട്ടുകാർ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ അമരി വളർന്നു. അതോടൊപ്പം തന്നെ അവന്റെ ആ ഒരു മോഷണ സ്വഭാവവും. പിന്നീട് അവൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഗ്രാമത്തിലേക്ക് പോയി. ആരും അറിയാതെ അവിടുത്തെ ആടുകളെ മോഷ്ടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ പാചകം ചെയ്ത് കഴിക്കാനും തുടങ്ങി. അത് അവന്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. അവൻ ഈ മൃഗങ്ങളെ കക്കാൻ പോകുന്നത് ശരിക്കും കാട്ടിലെ വേട്ട മൃഗങ്ങൾ പോവില്ലേ, ആ ഒരു ശൈലിയിലായിരുന്നു. ഇതൊക്കെ ചെയ്യുന്നത് അമരിയാണെന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ആ ഗ്രാമത്തിലെ തലവന്റെ മകളോട് അമരിക്ക് ഒരു ഇഷ്ടം തോന്നുന്നത്. പതിയെ പതിയെ അവര് രണ്ടുപേരും അടുക്കുകയാണ്. ഒരു ദിവസം ആരും കാണാതെ അമരിയും ആ ഒരു പെൺകുട്ടിയും കൂടെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. എന്നാൽ പിന്നീട് നാട്ടുകാർ കാണുന്നത് ആ പെൺകുട്ടിയും മരിച്ചു കിടക്കുകയാണ്. അതായത് അമരിയാണ് അവളെ കൊന്നത്. നാട്ടുകാർക്കൊക്കെ ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ അച്ഛന്. എല്ലാവരും കൂടെ അമരിയെ അതിക്രൂരമായിട്ട് തന്നെ അടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് ഒരു വലിയ മരത്തിൽ കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് ആ ഒരു പെൺകുട്ടിയെ കൊന്നതെന്ന് നാട്ടുകാർ പലരും ചോദിച്ചെങ്കിലും അവൻ പറയാണ്, ഞാനല്ല കൊന്നത്. പക്ഷെ അവസാനം അവന്റെ തലയിൽ തന്നെ ഒരു വലിയ ആണി അടിച്ച് കയറ്റി അവിടെ വെച്ച് തന്നെ ആ ഗ്രാമത്തലവനും നാട്ടുകാരും കൂടെ അവനെ കൊന്നുകളയാണ്. അന്ന് അവന്റെ തലയിലേക്ക് അടിച്ചു കയറ്റിയ ആണി അന്ന് ആ മരത്തിൽ നിന്നും രാത്രി ബുട്ടു ഊരിയെടുത്തു. അങ്ങനെയാണ് ഈ അമരിയുടെ ആത്മാവ് ബുട്ടുവിന്റെ ഉള്ളിലേക്ക് കയറിയത്. സോ ഇപ്പൊ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇപ്പൊ സ്വാമിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അന്ന് രാത്രി ബുട്ടു റിങ്കിയെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവളുടെ റൂമിൽ വെച്ച് തന്നെ ബുട്ടു അവളോട് സംസാരിക്കുകയാണ്. എന്തായാലും നിന്റെ അച്ഛൻ സമ്മതിച്ച് നമ്മുടെ കല്യാണം നടക്കില്ല, അതുകൊണ്ട് നമുക്ക് ഒളിച്ചോടാന്ന് പറയണം. റിങ്കി അതിന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും കൂടെ അതിന്റെ ഉള്ളിൽ വെച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. ഈ നേരത്താണ് ഡോക്ടർ വന്ന് വിളിക്കുന്നത്. ഒന്നും അറിയാത്തതുപോലെ റിങ്കി പുറത്തേക്ക് വന്നിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ, എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി. എനിക്കറിയില്ല അച്ഛാന്ന് പറഞ്ഞിട്ട് അവൾ നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകണം. എന്നാൽ റൂമിലേക്ക് തിരിച്ചു പോയ സമയത്ത് അവിടെ ബുട്ടു ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഇപ്പൊ ബുട്ടു അല്ല, അവന്റെ ഉള്ളിൽ അമരിയാണ്. എപ്പോ വേണമെങ്കിലും അവന്റെ മൈൻഡ് മാറാം. അതായത് റിങ്കിയുടെ ലൈഫ് തന്നെ ഇപ്പൊ ഒരു ആപത്തിലാണ്. ഇതിനുശേഷം നമ്മുടെ കോൺസ്റ്റബിൾ മമൂനെ കാണിക്കുകയാണ്. ഇയാൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് അച്ഛനെ കാണാനില്ല. അച്ഛൻ എവിടെയാ പോയെന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ അത് പിന്നെ കാട്ടിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു കള്ളനെ പിടിക്കാനായിട്ട്. ഞാൻ കുറെ പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ അച്ഛൻ കേട്ടില്ല എന്ന് പറയണം. അപ്പൊ തന്നെ കോൺസ്റ്റബിൾ അച്ഛനെയും തേടി കാട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ. കുറെ നേരം തപ്പിയപ്പോൾ ഒരു ഭാഗത്ത് ബോധമില്ലാതെ വീണ് കിടക്കുന്ന അച്ഛനെ കാണുകയാണ്. എങ്ങനെയൊക്കെ ഒരു വിധം പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അച്ഛൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവന്റെ അച്ഛൻ പറയണ, മോനെ നീ ഒരു പോലീസ് ആയ സമയത്ത് ഞാൻ ഒരുപാട് അഭിമാനിച്ചു. ഈ നാട്ടിൽ ഇനി എന്ത് നടന്നാലും നീ നോക്കിക്കോളൂന്ന് കരുതിയിട്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ അഭിമാനമില്ല, അപമാനാണ്. നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, നീ വെറുതെയാണ്. ഒരു പോലീസുകാരന്റെ ഗുണമൊന്നും നിനക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രായത്തിൽ ആ കള്ളനെ പിടിക്കാനായിട്ട് കാട്ടിലേക്ക് പോകേണ്ട ആവശ്യം എനിക്ക് ഉണ്ടാവുമായിരുന്നോ? ഇത് കേട്ടപ്പോൾ കോൺസ്റ്റബിളിന് ഭയങ്കരമായിട്ട് സങ്കടമാവുകയാണ്. അതിന് പുറമെ വാശിയും കയറുകയാണ്. അന്ന് രാത്രി തന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ആ കള്ളനെ പിടിച്ചിരിക്കും. അതിനായിട്ട് ഒരുപാട് കെണി നമ്മളിവിടെ വെക്കും. എല്ലാവരും പോലീസുകാരന്റെ കൂടെ നിൽക്കുകയാണ്. മാത്രമല്ല നമ്മുടെ സോമു ഇപ്പൊ വലിയ ഗണ്ണായിട്ട് വന്നിരിക്കുകയാണ് കള്ളനെ കണ്ട അപ്പൊ തന്നെ വെടിവെക്കാനായിട്ട്. എന്നിട്ട് അവരെല്ലാവരും ആ രാത്രിയിൽ തന്നെ കാട്ടിന്റെ പല ഭാഗത്തായിട്ട് കെണി വെക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ബുട്ടുവിന്റെ അമ്മ രത്നമ്മ സ്വാമിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഈ രാത്രിയിൽ തന്നെ ബുട്ടു റിങ്കിയുമായിട്ട് നാട് വിടുകയാണ്. എന്തൊക്കെയാലേ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നത്. എന്തായാലും രത്നമ്മയുടെ കൂടെ സ്വാമി വീട്ടിലേക്ക് വന്ന പാട് തന്നെ ചെറിയൊരു പാവയെ പോലെ എന്തോ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിലൊരു നൂല് വെച്ച് കെട്ടി അത് വലിക്കുകയാണ്. ഈ നേരം റിങ്കിയുടെ കൂടെ പോകുന്ന ബുട്ടു ഉണ്ടല്ലോ, അവന്റെ മേലെ ആകെ വേദന ആവുകയാണ്. അവൻ കിടന്നിങ്ങനെ ഭയങ്കര വെപ്രാളപ്പെടുന്നത് കണ്ടപ്പോൾ റിങ്കി ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയത്, എന്താ നിനക്ക് വേണ്ടേ? പക്ഷെ ഒന്നും അവൻ തിരിച്ചു പറയുന്നില്ല കേട്ടോ. അടുത്ത നിമിഷം തന്നെ അവന്റെ കണ്ണ് മുഴുവനായിട്ടും കറുപ്പ് നിറമായിട്ട് മാറുകയാണ്. പിന്നീട് വെടി കൊണ്ട പന്നിയെ പോലെ എങ്ങോട്ടോ കാട്ടിലേക്ക് അങ്ങോട്ട് ഊട്ടി കയറുന്നുണ്ട്. ഇത് കണ്ടപാട് റിങ്കി ആകെ ഞെട്ടിത്തെരിച്ച് നിന്ന് പോകണം. ഈ പിശാചിന്റെ കൂടെയാണോ ഞാൻ ഒളിച്ചോടാൻ നിന്നത്? കാരണം അവന്റെ യഥാർത്ഥ കോലം റിങ്കി ഇപ്പൊ നേരിട്ട് കണ്ടു. എന്തായാലും ബുട്ടു നേരെ ഓടിച്ചെന്ന് കയറിയത് അവന്റെ വീട്ടിലേക്കാണ്. അവിടെ തന്നെ ഒരു കസാരയിട്ട് അവനോട് ആ കസാരയിൽ ഇരിക്കാൻ വേണ്ടി സ്വാമി പറയുന്നുണ്ട്. എന്നിട്ട് സ്വാമി പറയണം, നീ ഇപ്പൊ ഒരു ആത്മാവാണ്. ഒന്നില്ലെങ്കിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോവാ. ഭൂമിയിൽ ഇങ്ങനെ മോക്ഷം കിട്ടാതെ നിനക്ക് നടക്കാൻ പാടില്ല. അതിന് നിനക്ക് എന്താണോ വേണ്ടത് ഞാൻ ചെയ്തു തരാന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു ആത്മാവ്, അതായത് അമരി പറയാണ്, എന്റെ കാര്യം നോക്കാൻ നീ ഏതാടാ? ഇതും പറഞ്ഞ് സ്വാമിജിയെ തന്നെ എടുത്ത് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. എന്നിട്ട് രത്നമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവർ ഉപദ്രവിക്കുന്നില്ല കേട്ടോ. പകരം വീടിന്റെ മുകളിലേക്ക് എടുത്ത് ചാടി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പൊ ബുട്ടുവിനെ, അതായത് അമരിയുടെ ആ ഒരു ആത്മാവിനെ പിടിക്കാനായിട്ട് രത്നമ്മയും അതുപോലെ തന്നെ സ്വാമിയും അവന്റെ പിന്നാലെ തന്നെ ഒരു കാറിൽ വന്നുകൊണ്ടിരിക്കുക. ഈ നേരത്തെ രാത്രി ഒളിച്ചോടാൻ പോയ നമ്മുടെ റിങ്കി വേഗം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു കയറി വരിക. അയ്യോ ദൈവമേ, ജസ്റ്റ് എസ്കേപ്പ്. ഓടി വന്ന് അവള് മുറിയിൽ കയറി കഥ കടിച്ച സമയത്ത് ഡോക്ടർ വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ എന്തേ പറ്റിയത്? ഈ നട്ടപ്പാതിരക്ക് നീ വേഗം എടുത്ത് എവിടെ പോയതാണ്?
പോവാണ് എന്റെ പൊന്നച്ച, ഞാൻ കുറച്ചു കഴിഞ്ഞ് എല്ലാം പറഞ്ഞുതരാം, ഞാൻ ആദ്യം ഒന്ന് ശ്വാസം വിട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് റിങ്കി വാതിലും തുറക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ നേരത്താണ് അങ്ങോട്ടേക്ക് ബുട്ടു വരുന്നത് കേട്ടാ. അതായത് ബുട്ടുവിന് എങ്ങനെയെങ്കിലും റിങ്കിയും കൂട്ടി ഇന്ന് രാത്രി പോകണം എങ്ങോട്ടേക്ക്, എങ്ങോട്ടെങ്കിലും. ഇപ്പൊ അവൻ വന്നിട്ട് റിങ്കിയുടെ റൂമിന്റെ കതക് തട്ടാൻ തുടങ്ങാണ്. റിങ്കി ഇറങ്ങി വാ, നമുക്ക് എന്തായാലും ഇന്ന് രാത്രി തന്നെ പോണെന്ന് പറയണം. ഇപ്പൊ ഡോക്ടർ വന്നിട്ട് പറയണ, നീ ആരാടാ ഈ രാത്രിയിൽ വന്നിട്ട് എന്റെ മോളെ വിളിക്കാൻ, ഇറങ്ങി പോടാന്ന് പറയാണ്. ആരോടെ ഈ പറയുന്നേ? പ്രേതത്തിനോട്. ബുട്ടു എന്താക്കി, ഡോക്ടർ എടുത്ത് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. വാതിലും ഇല്ല, വാതിലിന്റെ ലോക്കും ഇല്ല, എല്ലാം കൂടെ പൊളിഞ്ഞ് റൂമിന്റെ ഉള്ളിലേക്ക് ഇയാൾ ചെന്ന് വീഴാണ്. ഇതേ നേരം തന്നെ നമ്മുടെ റിങ്കി ആണെങ്കിൽ പേടിച്ച് വിറച്ച് ആ കട്ടിലിന്റെ അടിയിൽ പോയിട്ട് ഒളിക്കുകയാണ്. അതായത് ബുട്ടുവിന്റെ കൂടെ ഇനി മരിച്ചാലും അവള് പോയില്ല, കാരണം അവന്റെ യഥാർത്ഥ രൂപം അവള് കണ്ടെയാണ്. എന്നാൽ കട്ടിന്റെ അടിയിലേക്കും തലയിട്ടുകൊണ്ട് പതിയെ നമ്മുടെ ബുട്ടു പറയാണ്, റിങ്കി വാ നമുക്ക് പോവാം, ഇന്ന് രാത്രി തന്നെ നമുക്ക് പോണ്ടേ. എന്നാൽ കരഞ്ഞുകൊണ്ട് തന്നെ റിങ്കി പറയാണ്, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത് എന്ന്. ഈ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് രത്നമ്മ വരികയാണ്. അവരുടെ കയ്യിൽ എന്തോ ഒരു മാന്ത്രിക പൊടി എപ്പോഴും ഉണ്ടാവുമല്ലോ, അത് ഒറ്റ കയറാണ് അവന്റെ മുഖത്തേക്ക്. അതേ നിമിഷം തന്നെ സ്വാമിയും കൂടെ വന്നിട്ട് അവൻ ആ ഒരു കസാരയിൽ കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നീ ബുട്ടു അല്ല, നീ അമരിയാണ്, അതുകൊണ്ട് ഇവന്റെ ശരീരം വിട്ട് നീ പോന്ന് പറയണം. എന്നാൽ ബുട്ടു സമ്മതിച്ചു കൊടുക്കുന്നില്ല, ഞാൻ ബുട്ടു തന്നെയാ, അമരിയൊന്നും അല്ലാന്ന്. അപ്പൊ തന്നെ ചില ക്രിയകളൊക്കെ ചെയ്തിട്ട് എന്തോ ഒരു പാത്രത്തില് ഒരു പ്രത്യേക വെള്ളം കൊണ്ടുവന്നിട്ട് അവന്റെ മുന്നിൽ വെച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നോക്കാൻ വേണ്ടി ബുട്ടുവിനോട് പറയണം. അതിലേക്ക് നോക്കിയ സമയത്ത് ബുട്ടുവിന്റെ റിഫ്ലക്ഷൻ അല്ല അതിൽ കാണുന്നത് അമരിയുടേതാണ്. അതോടുകൂടിയിട്ട് താൻ മരിച്ചു കഴിഞ്ഞു, താൻ ഒരു ആത്മാവാണെന്നുള്ള ആ ഒരു റിയാലിറ്റി അമരി അക്സെപ്റ്റ് ചെയ്യാണ്. അതോടുകൂടിയിട്ട് അവന്റെ ആ ഒരു ശക്തിയും ദേഷ്യവും ഇതെല്ലാം പതിന്മടങ്ങായി അവൻ ആ ഒരു സീറ്റെല്ലാം അടിച്ച് പൊളിച്ച് അവിടെ ഉണ്ടായിരുന്ന റിങ്കിയും വലിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ. എന്നാൽ അങ്ങനെ ഓടുന്ന സമയത്ത് ഈ ആടുകളെ പിടിക്കാൻ വെച്ച ട്രാപ്പിൽ പോയിട്ട് ഇവൻ വീഴുന്നുണ്ട്. അതിൽ കുടുങ്ങി നേരെ മേലോട്ടേക്ക് പോവാണ്. തൊട്ടടുത്ത് തന്നെ റിങ്കിയുണ്ട്. റിങ്കി നന്നായിട്ട് അറിയാം ഇവനൊരു പ്രേതാണ്. എന്നാലും ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാൽ മരിക്കാൻ പോകുന്നത് ബുട്ടുവാണ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കെണിയിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ. നാട്ടുകാർ വരുമ്പോഴേക്കും അവൻ ആ ഒരു കെട്ടെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടിയായിരുന്നു കേട്ടോ. എന്നാൽ ഈ കാടിന്റെ പല ഭാഗത്തായിട്ട് അവർ കെണി വെച്ചായിരുന്നല്ലോ, അതിലൊരു കെണിയിൽ, അതായത് ഒരു കുഴി പോലൊരു സ്ഥലത്ത് അവൻ ചെന്ന് വീഴുന്നുണ്ട്. അപ്പോഴേക്കും നാട്ടുകാർ മുഴുവനായിട്ടും വന്ന് വളയാണ്. ഇപ്പൊ ബുട്ടുവിനെ എല്ലാവരും കാണുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സോമു ഉണ്ടായിരുന്നു. സോമുവിന് ഓൾറെഡി ബുട്ടുവിനോട് ദേഷ്യ, നീ ആയിരുന്നല്ലെന്ന് പറഞ്ഞിട്ട് അവനിട്ട് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അവന്റെ മേത്ത് അത് തട്ടുന്നില്ല. അപ്പോഴേക്കും അവൻ ചാടി എഴുന്നേറ്റ് ഒരൊറ്റ അലർച്ചയാണ്. ആ അലർച്ചയിൽ നാട്ടുകാർ മുഴുവൻ പേടിച്ചു പോയി കേട്ടോ. പിന്നെ ബുട്ടുവിനെ കാണാനില്ല. എല്ലാവരും 4 വഴിക്ക് പോയിട്ട് അവനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മരത്തിന്റെ മുകളിൽ നിന്ന് വന്ന് ഓരോരുത്തരുടെയും തല പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുട്ടു. ആ നേരത്താണ് അങ്ങോട്ടേക്ക് രത്നമ്മയും സ്വാമിയും വരുന്നത് കേട്ടോ. അവരുടെ ആ ഒരു മാന്ത്രിക വലയത്തിൽപ്പെട്ട് അവന് കൂടുതലായിട്ട് ഇവിടുന്ന് അങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല ബാക്കിയുള്ള ആൾക്കാർ. ആ അവസരം മുതലെടുത്ത് നാട്ടുകാർ അവനിപ്പോ വളഞ്ഞിട്ട് അടിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. പണ്ട് എങ്ങനെയാണോ അമരിയെ നാട്ടുകാർ തല്ലിക്കൊന്നത് അതുപോലെ തന്നെ ഈ നേരത്തെ രത്നമ്മ എല്ലാവരും തടുക്കുകയാണ്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇത് ബുട്ടു അല്ല, ബുട്ടുവിന്റെ ഉള്ളിൽ ഒരു ആത്മാവ് കയറിയതാണ് എന്ന് ആരും അത് കേൾക്കുന്നില്ല. ഈ സമയത്ത് അത്യാവശ്യം പ്രായമുള്ള ആളായിട്ടുള്ള നമ്മുടെ ഡോക്ടർ വന്നിട്ട് പറയാണ്, നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന സ്ത്രീയാണിത്, ഇപ്പൊ അവര് പറയുന്നത് കേൾക്കുമെന്ന് പറയാണ്. എല്ലാവരും മാറി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ ബുട്ടു നിലത്ത് വീണെടുക്കാണല്ലോ, അവന് നേരെ മടിയിൽ കൊണ്ട് നിർത്തുകയാണ് രത്നമ്മ. എന്നിട്ട് പതിയെ അവന്റെ തലയിൽ തലോടിയിട്ട്, അമരി എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നിനക്ക് എന്താ സംഭവിച്ചെന്നും എനിക്കറിയാം, നീ പേടിക്കേണ്ട മോനെ എന്ന് പറയാണ്. ഇതേ നേരം തന്നെ അമരിക്ക് അന്ന് അവൻ സ്നേഹിച്ച ആ ഒരു പെണ്ണിന്റെ മടിയിൽ കിടന്നത് അത് അതുപോലെ തന്നെ ഫീൽ ആവുകയാണ്. സത്യം പറയുകയാണെങ്കിൽ അന്ന് അമരിയല്ല ആ ഒരു പെൺകുട്ടിയെ കൊന്നത്. അവനുമായിട്ടുള്ള ആ ഒരു പ്രണയത്തിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഗ്രാമത്തലവൻ അയാൾ തന്നെയാണ് സ്വന്തം മകളെ തല്ലിക്കൊന്നിട്ട് അത് അമരിയാണെന്ന് വരുത്തി തീർത്തത്. അവനൊരു കള്ളനായിരുന്നെങ്കിലും ഗ്രാമത്തലവന്റെ മോളെ അവൻ അത്രയും സ്നേഹിച്ചായിരുന്നു. അവളെ കല്യാണം കഴിക്കണം എന്ന് വരെ ആഗ്രഹിച്ചായിരുന്നു. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിരുന്നു. ഇത് സഹിക്കാൻ പറ്റാതെയാണ് ഗ്രാമത്തലവൻ സ്വന്തം മകളെ കൊന്നതും ആ കുറ്റം അമരിയുടെ തലയിൽ ഇട്ടുകൊടുത്തതും അവൻ ഒരുപാട് തല്ലിച്ചതച്ച് അവസാനം ആ മരത്തിൽ കെട്ടിയിട്ട് വലിയൊരു ആണി അവന്റെ തലയിലേക്ക് അടിച്ച് കയറ്റിയതും. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. അതുപോലെ തന്നെ രത്നമ്മ പറയാണ്, മോനെ അമരി, നിനക്ക് സംഭവിച്ചതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, എന്നാലും എന്റെ മകൻ ബുട്ടുവിന് ഒരു ജീവിതം ഇല്ലേ, നീ അവന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവന്റെ ലൈഫ് അത് നശിച്ചു പോയില്ലേ, നീ അവന്റെ ഉള്ളിൽ നിന്ന് നീ പുറത്തേക്ക് പോകുന്നു പറയുന്ന സമയത്ത് ബുട്ടുവിന്റെ ശരീരം പതിയെ മുകളിലേക്ക് അങ്ങനെ പൊന്തി വരികയാണ്. ഈ നേരത്ത് എന്ത് ചെയ്യണമെന്ന് രത്നമ്മയ്ക്കും സ്വാമിക്കും തിരിയുന്നില്ല. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ബുട്ടുവിന്റെ കൂട്ടുകാരൻ ഒരു കാര്യം ചെയ്യുന്നത്. അന്ന് ആ മരത്തിൽ നിന്ന് മൂരിക്കൊണ്ടുവന്ന ആണി അതിപ്പോ എവിടെയുള്ളത്, ഇവരുടെ ബൈക്കിന്റെ സ്റ്റാർട്ട് ആകുന്ന ആ ഒരു ഭാഗത്ത് സാധനം കുത്തി തിരികെ വെച്ചിരിക്കുക. അവൻ അപ്പൊ തന്നെ അത് ഊരിക്കൊണ്ടുവന്ന് രത്നമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ സ്വാമി പറയുന്നുണ്ട്, ബുട്ടുവിന്റെ കാലിലേക്ക് ആ ആണി തുളച്ച് കയറ്റുന്നു. രത്നമ്മ അപ്പൊ തന്നെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോട് കൂടിയിട്ട് ബുട്ടുവിന്റെ ഉള്ളിൽ നിന്നും അമരിയുടെ ആത്മാവ് എങ്ങോട്ടോ പോവുകയാണ്. അതായത് ആ ഒരു ആത്മാവിന് മോക്ഷം കിട്ടുകയാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. കുറച്ച് ദിവസം ആ നാടിനെ നമ്മുടെ ബുട്ടുവും അവന്റെ ഉള്ളിൽ കയറി ആ ഒരു ആത്മാവ് ഒന്ന് പിടിച്ച് കുലുക്കി കളഞ്ഞല്ലേ. എന്തായാലും ബുട്ടുവിന് അമ്മയുടെ ഭാഗത്തുനിന്ന് സമ്മതം കിട്ടി. പുറംനാട്ടിൽ പോയിട്ട് ജോലി ചെയ്തു വന്നു. സോ അമ്മയുടെ ആ ഒരു അനുഗ്രഹത്തോട് കൂടിയിട്ട് അവൻ പുറംനാട്ടിലേക്ക് പോവാണ്. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മുടെ റിങ്കിയെ കണ്ടും അവൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നല്ല ജോലി ചെയ്ത് സമ്പാദിച്ചു വരും, അതുവരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് പറയണം. റിങ്കിയും പറയണം, ഉറപ്പായിട്ട് ഞാൻ കാത്തിരിക്കും. പിന്നീട് അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങാണ്. അവസാനമായിട്ട് ഈ പ്രശ്നത്തിന്റെ എല്ലാത്തിന്റെയും തുടക്കമായി ആ ഒരു മരത്തിന്റെ അടുത്തേക്കും അവൻ എത്തുന്നുണ്ട്. ആ മരം കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്ന് അവൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് സിനിമ തീരാ നേരത്ത് വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. നമ്മുടെ രത്നമ്മ ഇത്തരം പരിപാടി
തന്നെ വെള്ളടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഇച്ചിരി ആട്ടിറച്ചിയുണ്ട്. എന്നാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രത്നമ്മയുടെ മുഖത്ത് ഇത്രയും നേരം ഇല്ലാത്ത രീതിയിൽ, ഇത്രയും നേരം നമ്മൾ കാണാത്ത രീതിയിൽ ഒരു വല്ലാത്തൊരു ചിരി അത് കാണിച്ചുകൊണ്ടാണ് പടം തീരുന്നത്. അതിനർത്ഥം എന്താ? അമരി എവിടെയും പോയിട്ടില്ല, അവൻ അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല, അവൻ ഇവിടെ തന്നെയുണ്ട് രത്നമ്മയുടെ ഉള്ളിൽ. എന്തായാലും ഇതോടെ സിനിമ തീരുകയാണ്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ്, ഒരു അഭിപ്രായം പറയണം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.